أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഏറെ പ്രിയം നിറഞ്ഞവരെ, നേരത്തെ നിങ്ങളെ ഉണർത്തിയതുപോലെ വരാനിരിക്കുന്ന നെറ്റ് JRF ക്ലാസ്സിലേക്ക് വളരെ വ്യവസ്ഥാപിതമായി ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കാനിരിക്കുകയാണ്. കോഴിക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദീക്ഷ ക്ലാസ് റൂമും അതോടൊപ്പം അറബിക് കോമ്പറ്റിറ്റീവ് എക്സാമുകളിൽ ഏറെ സജീവമായി നിൽക്കുന്ന ഫോക്കസ് അക്കാദമിയും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന 16 മുതൽ ആരംഭിക്കാനിരിക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസിന്റെ മുന്നോടിയായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു തീർത്തും സൗജന്യമായിട്ടുള്ള ഒരു മിനി കോഴ്സിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂൾ വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞ് നമ്മൾ വേഗം നമ്മളെ ക്ലാസ്സിലേക്ക് കടക്കാവുന്നതാണ്. ഇന്ന് 2 ചെറിയ സെഷനുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, ഈ ഒരു നഹ്വിന്റെ ഈ ഒരു എക്സാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചു വരുന്ന ബലാഗയുടെ ഒരു ചെറിയ ഒരു 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സും, അതോടൊപ്പം അതിനുശേഷം അദബിന്റെ ഹദീസി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡോക്ടർ ഹാരിസ് അഷേരി സാഹിബിന്റെ മറ്റൊരു ക്ലാസ്സുമാണ് നമുക്ക് ഇന്നുള്ളത്. 2 ക്ലാസ്സുകൾ കൂടി ഏകദേശം 1.5-2 മണിക്കൂറിനുള്ളിൽ ഏകദേശം സമയം 9 മണിയോട് കൂടി അവസാനിക്കുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വരുന്ന എക്സാം ഇൻഷാ അല്ലാഹ് ജൂണിലേക്കാണെങ്കിൽ നേരത്തെ തന്നെ പ്രിപ്പയർ ആവുവാനും ഡയറക്റ്റ് NDA എക്സാമിന് മുമ്പിൽ ചെന്ന് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കാണുന്നതിൽ നിന്ന് വ്യതിരിക്തമായി ധാരാളം 100-ലേറെ 150ഓളം ടെസ്റ്റുകൾ അറബിയിൽ തന്നെ, അതിലപ്പുറം 200-ലേറെ ടെസ്റ്റുകൾ ജനറൽ പേപ്പറിലുമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള JRF ഓറിയന്റഡ് ആയിട്ടുള്ള 300ഓളം ടെസ്റ്റുകൾ ചെയ്ത് ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ വിലയിരുത്തി അതിന്റെ റിസൾട്ടുകൾ, അതിന്റെ റാങ്ക് എല്ലാം വിലയിരുത്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു NDAയുടെ പരീക്ഷയ്ക്ക് ചെന്ന് അവിടെ നമ്മൾ JRF തന്നെ നേടുക എന്നുള്ളതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് നിങ്ങളെയും പ്രത്യേകം സ്വാഗതം ചെയ്യാം. അപ്പോ ദീക്ഷ ക്ലാസ് റൂം അവരുടെ 2 ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർ നടക്കുന്ന ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് അത് യൂസ് ചെയ്തുകൊണ്ട് എത്ര ആവർത്തി അത് പഠന വിധേയമാക്കിയും, അതോടൊപ്പം ജനറൽ പേപ്പറും സെക്കൻഡ് പേപ്പർ അറബിക്കും 2 വർഷമായി അതിന്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വളരെ വ്യവസ്ഥാപിതമായ പ്രാക്ടീസ് സെറ്റുകളും ടെസ്റ്റുകളും ക്ലാസ്സുകളുമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ സ്വാഗതം ചെയ്യുകയാണ്. ആളുകൾ അങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം ഓൾറെഡി റെക്കോർഡഡ് ആണ്, ആ രൂപത്തിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം ഇന്ന് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കോളേജിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന, ഗസ്റ്റ് ലെക്ചറും ഒക്കെ വർക്ക് ചെയ്ത് പ്രത്യേകിച്ച് ഫോക്കസിന്റെ തന്നെ ഒരു 3 ആളുകളിൽ ഒരാളായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഖാലിദ് കെ പരിചയമുണ്ടാവും. ഫോക്കസിന്റെയും മറ്റുമൊക്കെ ധാരാളം ക്ലാസ്സുകളിൽ ബലാഗയുടെ പേപ്പറുകൾ അനായാസം അതിന്റെ എല്ലാ തലങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായി ക്ലാസ്സുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന അദ്ദേഹമാണ് നമുക്കിന്നും നമ്മുടെ മുമ്പിൽ ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അൽഹംദുലില്ലാ എല്ലാ അർത്ഥത്തിലും റെഡി ആയിട്ടുള്ള ഈ ഒരു ലേക്ക് ഖാലിദ് സാറേയും നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചാറ്റ് ബോക്സ് വഴി ഞങ്ങളിലേക്ക് നിങ്ങൾ റെസ്പോൺസ് അറിയിച്ച് തൽക്കാലം അങ്ങനെ അറിയിച്ചുകൊണ്ട് ഇവിടെ ചാറ്റ് ബോക്സ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പറ്റാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് റിപ്ലൈ നൽകും. ആ രൂപത്തിൽ നിങ്ങൾ ഇടപെട്ടുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഈ ഒരു സെഷനിനെ നിങ്ങൾ കൈകാര്യം ചെയ്യണേ എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി ഖാലിദ് സാറെ വളരെ സ്നേഹപുരസ്സരം ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ആദ്യ സെഷനിലേക്ക് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാണ്. എല്ലാവരെയും വളരെ നല്ല മനസ്സുകളായ ആളുകൾക്ക് നല്ല വിജയവും വളരെ സംതൃപ്തമായ സാഹചര്യവും സ്വസ്ഥതയും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ
ഈ ഒരു സംസാരം അവസാനിപ്പിച്ച് ഖാലിദ് സാറെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫോക്കസ് ദീക്ഷ നെറ്റ് അറബിക് കോച്ചിങ്ങിൻ്റെ ഈ ഒരു മിനി കോച്ചിങ്ങിൽ പങ്കെടുക്കുന്ന സ്നേഹനിധികളായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, വെൽക്കം ടു ദീക്ഷ ഫോക്കസ് UGC നെറ്റ് അറബിക് കോച്ചിങ്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരിൽ വ്യത്യസ്ത തലത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളത് അറിയാം. ഓൾറെഡി ദീക്ഷ ഫോക്കസ് ഈ ഒരു നെറ്റ് കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. കുറേ പേർ ജോയിൻ ചെയ്ത ആളുകളാണ്. അതല്ലാതെ തന്നെ ഈ ഒരു മിനി കോഴ്സിൽ പങ്കെടുക്കുന്ന മറ്റു JRF നെറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് ജോയിൻ ചെയ്ത ആളുകളുണ്ട്. ഏതായിരുന്നാലും വിവിധ ലക്ഷ്യത്തോടെ ഈ ഒരു ഫ്രീ കോഴ്സിൽ പങ്കെടുക്കുന്നവരോട് ചില കാര്യങ്ങൾ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അറബി സിലബസിലെ നെറ്റ് അറബി സിലബസിലെ യൂണിറ്റ് 5 ഇൽമുൽ ബലാഗ വൽ അറൂൽ, റിട്ടോറിക് ആൻഡ് പ്രോസഡി എന്ന ഏരിയയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതിനു മുമ്പ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വിവിധ ലക്ഷ്യത്തോടു കൂടി ജോയിൻ ചെയ്ത ആളുകളോട് സൂചിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, ഏതായിരുന്നാലും ഒരു ഫ്രീ കോഴ്സ് അല്ലേ, ജസ്റ്റ് ഒന്ന് പങ്കെടുത്ത് നോക്കാം എന്ന രൂപത്തിൽ വന്ന ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ദീക്ഷ ഫോക്കസ് ഈ രണ്ട് ടീമിനെയും പരിചയമുള്ള ആളുകൾ എന്ന നിലയിൽ എന്തായിരുന്നാലും നഷ്ടമാവില്ല, ഫ്രീ ആയി ലഭിക്കുന്നതല്ലേ, ഏതായിരുന്നാലും ഞങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന രൂപത്തിൽ തന്നെ ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവും. ചിലരെങ്കിലും ഒന്ന് വിലയിരുത്താൻ, സാധാരണഗതിയിൽ പറയാറുണ്ട്, ഒരു പ്രസംഗം കേൾക്കുകയാണെങ്കിൽ പോലും അവിടെ മാർക്കിടാനായിട്ട് ചില ആളുകൾ ഉണ്ടാവും. അങ്ങനെയും ജോയിൻ ചെയ്തവരുണ്ടാവും. അവര് പ്രത്യേകിച്ച് ആ ഒരു പ്രോഗ്രാമിലുള്ളതൊന്നും ഉൾക്കൊള്ളണം എന്നില്ല. അതിലപ്പുറം ജസ്റ്റ് ക്ലാസ് എടുക്കുന്ന ആളെ, ആ ഒരു പ്രോഗ്രാമിനെ ജസ്റ്റ് ഒന്ന് മാർക്കിട്ട് പോകുന്ന ആളുകൾ, അങ്ങനെയുള്ളവരും ഉണ്ടാവും. അതുപോലെ തന്നെ ചിലർ എക്സാം ഡേറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല, എന്നാലും കഴിഞ്ഞ എക്സാമുകളിൽ നന്നായി പ്രിപ്പയർ ചെയ്ത് ഇനി വരുന്ന എക്സാമിലേക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നന്നായി മുന്നോട്ടെത്തിയ, നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും ഈ ശബ്ദം ശ്രവിക്കുന്നവരിലുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് എനിക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. കാരണം അങ്ങനെ പറയുന്നത്, ചില വ്യക്തികൾ ഉണ്ടാവും കുറേ തവണ നെറ്റ് എഴുതിയിട്ടുണ്ടാവും, നെറ്റ് പോലും ക്വാളിഫൈ ചെയ്യാത്തവർ. അവര് ചിലപ്പോ ഇത്തരം ക്ലാസ് കേൾക്കുന്നതും എക്സാം അറ്റൻഡ് ചെയ്യുന്നതും ജസ്റ്റ് ഒരു വിസിറ്റിംഗ് പ്രൊഫസേഴ്സിനെ പോലെ ഓരോ വർഷവും എക്സാം സെന്റർ എവിടെയാണോ കിട്ടുന്നത് അവിടെ ഒന്ന് സന്ദർശിച്ചു പോരാ, അടുത്ത തവണ വരുമ്പോൾ വീണ്ടും അടുത്ത ഒരു സെന്റർ സന്ദർശിച്ചു പോരാ എന്ന രൂപത്തിൽ പോകുന്ന ചില ആളുകൾ ഉണ്ടാവും. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മളിപ്പോ ഈ ഒരു ലാസ്റ്റ് കഴിഞ്ഞ എഴുതിയ ആളുകൾക്കറിയാം, ചിലർ എക്സാമിൽ അറ്റൻഡ് ചെയ്യുന്നത് ഏതായിരുന്നാലും മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം അല്ലേ. തങ്ങൾക്ക് ഏറ്റവും അറിയുന്ന കുറെ ഏരിയ, MAക്കൊക്കെ പഠിച്ച കുറെ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ശരിയായാൽ ബാക്കി മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലൊക്കെ കറക്കി കുത്തി ചിലപ്പോൾ പാസ്സാവാം എന്ന നിലയിലാണ് അധികം ആളുകളും ഈ പറഞ്ഞ വിസിറ്റിംഗ് പ്രൊഫസേഴ്സ് എന്ന് ഞാൻ പറഞ്ഞ ആളുകളൊക്കെ പലപ്പോഴും പോകാറുള്ളത്. പക്ഷെ അങ്ങനെ കിട്ടുകയില്ല, അഥവാ അത് മൂഢധാരണയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് നെറ്റ് എക്സാം എഴുതുന്ന, അറബിയിൽ നെറ്റ് എക്സാം എഴുതുന്നവരിൽ
നമ്മൾ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒരു 2500-3000 ആളുകളാണ് എക്സാം അറ്റൻഡ് ചെയ്യാറുള്ളത് മിക്കവാറും. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് നമുക്കറിയാം. NTA ഏറ്റെടുത്ത് പുതിയ സിലബസ് വന്നതിന് ശേഷം 2018 ഡിസംബറിൽ 66.67 ആയിരുന്നു കട്ട് ഓഫ്. ഇതിന്റെ JRF അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ രണ്ടും കൂടെ ഒരുമിച്ച് വന്നിരുന്നത്. അതുപോലെ 2019 അത് 66.67 തന്നെ നിന്നു. 2019 ഡിസംബർ ആയപ്പോൾ 68.67 അതുപോലെ തന്നെ ഈ ഒരു 2020 ജൂണിൽ 70 ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്, 70%. നെറ്റ് എക്സാമിന് നമുക്കറിയാം 2018 ഡിസംബറിൽ 54.67. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് വർഷവും വന്നിട്ടുള്ളത്. പിന്നെ 2019 ഡിസംബർ ആയപ്പോഴേക്ക് 56.67 ആയി. അവിടെ നിന്ന് പോയി ലാസ്റ്റ് കഴിഞ്ഞ 2020 ജൂൺ എക്സാമിൽ 59.33 എന്ന രൂപത്തിൽ വർദ്ധിച്ചു. ഇനി ഈ ഒരു ഗ്രാഫ് അതല്ലെങ്കിൽ ഈ ഒരു കട്ട് ഓഫ് ഉയരുകയല്ലാതെ ഒരിക്കലും താഴേക്ക് വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നെറ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്യാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ അവരോട് പ്രത്യേകം പറയാനുള്ളത്, കാരണം ഈ വർഷം വളരെ സങ്കടമുള്ള കാര്യം, എനിക്കറിയുന്ന കുറെ ആളുകൾ തന്നെ ചെറിയ ചില പോയിന്റുകൾക്ക് JRF നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ നെറ്റ് നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അപ്പോ പലപ്പോഴും ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നുകിൽ നോട്ടിഫിക്കേഷൻ വരണം, അതല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് ഏകദേശം അടുക്കുന്ന സമയത്തിലൊക്കെയാണ് പഠനത്തിൽ സജീവമാവാറുള്ളത്. നമ്മൾ ഈ ഒരു കോച്ചിങ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തതിന്റെ പ്രധാന കാരണം നമുക്കറിയാം. പ്രത്യേകിച്ച് ദീക്ഷ അതേപോലെ തന്നെ ഫോക്കസ് അക്കാദമി ഈ രണ്ട് ടീമും ലക്ഷ്യമിടുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് അറബിക് മേഖലയിൽ ഇപ്രാവശ്യം നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്ര JRF ഉണ്ട് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ ഒരു 3-4 ഒക്കെ ആയിരുന്നു നമുക്ക് എണ്ണാൻ കിട്ടിയിരുന്നത്. ഇപ്രാവശ്യം അത് 11 ഉയർന്നിട്ടുള്ളത്. ഈ ഒരു നിലവാരം ഇനിയും ഉയരേണ്ടതുണ്ട് എന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മള് പിന്നെ കഴിഞ്ഞ 2 കോച്ചിങ്ങിൽ ദീക്ഷയും ഫോക്കസ് അക്കാദമിയും നടത്തിയ കോച്ചിങ്ങിലൂടെ അൽഹംദുലില്ലാഹ് ഏകദേശം 3 JRFഉം അതുപോലെ തന്നെ 26 നെറ്റും നമുക്ക് 2 ബാച്ചിലൂടെ നമുക്ക് നേടാൻ സാധിച്ചു. അടുത്ത ഒരു ബാച്ച് ആവുമ്പോഴേക്ക് അത് എന്തായിരുന്നാലും ഇരട്ടിയായി ലഭിക്കുന്ന രൂപത്തിൽ നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇപ്രാവശ്യം കുറെ ആളുകൾക്ക് നെറ്റ് ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള ആളുകൾക്ക്? JRFന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും നെറ്റ് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പൊ അവിടെ 2000 ആളുകൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ 6% ആളുകൾക്ക് മാത്രമേ നെറ്റ് കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ 120 ആളുകൾക്കേ നെറ്റ് കിട്ടുള്ളൂ. ആ 120-ൽ തന്നെ JRFന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ കൂടി ഉണ്ട് എന്നുള്ള വസ്തുത നാം മറക്കാതിരിക്കുക. ഇപ്രാവശ്യം ഏകദേശം ഒരു 15-20 ആളുകൾ, ഞാൻ അറിയുന്ന ആളുകൾക്ക് വീണ്ടും നെറ്റ് ലഭിച്ചിട്ടുണ്ട്. JRFന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നെറ്റ് കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോടുകൂടിയാണ് നമ്മൾ മത്സരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടിയാവണം നമ്മൾ ഈ എക്സാമിനെ വരവേൽക്കേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് വരാം. യൂണിറ്റ് 5 ആണ് നമുക്ക് എടുക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവരോടും, ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകൾ ഉണ്ടാവും. എന്നാൽ ആദ്യമായി ഈ എക്സാമിനെ നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യണം എന്ന രൂപത്തിൽ ഈ ഒരു പ്രോഗ്രാമിനെ വീക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരോട് പറയാനുള്ളത്, യൂണിറ്റ് 1
മുതൽ യൂണിറ്റ് 10 വരെ അഥവാ 10 ചാപ്റ്ററുകളായി പ്രത്യേകമായി ഇവിടെ നൽകിയിട്ടുണ്ട്, നമുക്ക് സിലബസിൽ നൽകിയിട്ടുണ്ട്. അതിൽ ഓരോ യൂണിറ്റുകളെ സംബന്ധിച്ചും കൃത്യമായ ധാരണ നമുക്കുണ്ടാവേണ്ടതുണ്ട്. യൂണിറ്റ് 1 മുതൽ 10 വരെ ആ ഓരോ യൂണിറ്റുകളുടെയും സബ് ഹെഡിങ്ങുകളായി കൊടുത്തിട്ടുള്ള ഓരോന്നിനെ സംബന്ധിച്ചും കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം ആദ്യം. എന്നിട്ട് പിന്നെ ആ സിലബസ് അനുസരിച്ചുകൊണ്ട് ഓരോ സബ് ഹെഡിങ്ങുകളെയും കൃത്യമായി പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് നെറ്റ് അതേപോലെ തന്നെ JRF ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ യൂണിറ്റ് 5 പ്രത്യേകം ഓർത്ത് വെക്കുക. നമ്മൾ ഈ കഴിഞ്ഞ കാല സിലബസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോ പുതിയതായി വന്ന സിലബസും അതനുസരിച്ചുള്ള എക്സാമും കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ യൂണിറ്റുകൾക്കും പ്രാധാന്യമുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ചില ആളുകളുണ്ട്, എനിക്ക് അല്പം ടഫുള്ള ഭാഗമാണ് ഇന്ന ഭാഗം, അതേപോലെ തന്നെ വളരെ സിമ്പിളായ ഭാഗം ഇതാകുന്നു, അതുകൊണ്ട് അത് ഞാൻ പഠിക്കാം, ടഫുള്ളത് ഒഴിവാക്കിയിട്ട് പഠിക്കാമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അതൊക്കെ നമ്മൾ മാറ്റിവെക്കണം. നമുക്ക് മുമ്പിൽ സമയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ കോച്ചിങ് തുടങ്ങിയിട്ടുള്ളത്. അടുത്ത ജൂണിൽ എന്തായിരുന്നാലും ഞാൻ JRF നേടും, ഞാൻ നെറ്റ് നേടും എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മുമ്പിലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ തന്നെ കോച്ചിങ്ങിലൂടെ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ നമുക്ക് യൂണിറ്റ് 5 ആയതുകൊണ്ട് ഈ ഒരു യൂണിറ്റിൽ നിന്ന് എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്, യൂണിറ്റ് എത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ആദ്യമായി ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ തുടങ്ങാറുള്ളത് ഈ രൂപത്തിലാണ്. അതായത് ഇൽമുൽ ബലാഗ വൽ അറൂദ്, ഇതാണല്ലോ യൂണിറ്റ് 5. ഏറ്റവും അറബി ഭാഷ പഠിക്കുന്ന, ഈ ഭാഷയിൽ ഉയരണം, അതേപോലെ തന്നെ ഇതിലൊരു ജോലി നേടണം, തൻ്റെ കരിയർ മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തീർച്ചയായും പഠിക്കേണ്ട ഒരു അധ്യായമാണ് ഈ യൂണിറ്റ് 5 അഥവാ ഇൽമുൽ ബലാഗ വൽ അറൂദ് എന്നുള്ളത്. ഏത് സിലബസ് നിങ്ങൾ എടുത്തു നോക്കൂ, കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നിങ്ങൾ ഏതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒക്കെ സിലബസിൽ ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് ഇൽമുൽ ബലാഗയും ഇൽമുൽ അറൂദും. മാത്രമല്ല മറ്റു സബ്ജക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ച് നമുക്കറിയാം. ഇപ്പോൾ താരീഖുൽ അദബ് ആണെങ്കിൽ അത് അസ്റുൽ ജാഹിലി മുതൽക്ക് അസ്റുൽ ഇസ്ലാമി, അസ്റുൽ ഉമവി, അതുപോലെ തന്നെ അസ്റുൽ അബ്ബാസി, പിന്നെ അസ്റുൽ തുർക്കി, അതേപോലെ തന്നെ അസ്റുൽ ഉന്ദുലുസ്, പിന്നെ അസ്റുൽ ഹദീസ്, അതുപോലെ തന്നെ ഇൻഡോ അറബിക് ലിറ്ററേച്ചർ വേറെ. ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള അദബും അതുമായി ബന്ധപ്പെട്ട സാഹിത്യകാരന്മാർ, അവരുടെ കൃതികൾ, അവരുടെ ജനനം, അവരുടെ മരണം, അതുപോലെ തന്നെ ഇപ്പോ പുതിയ മെത്തേഡ് അനുസരിച്ച് അവർക്ക് എത്ര മക്കളുണ്ട്, അവരുടെ മക്കൾ ഏത് രൂപത്തിലുള്ള മക്കളാണ്, അവർക്ക് എന്താണ് ജോലി, ഈ രൂപത്തിലൊക്കെ നമ്മൾ പഠിക്കേണ്ട അവസ്ഥയാണ്. ഇനി അവരുടെ പുസ്തകത്തെ സംബന്ധിച്ചാണെങ്കിൽ ആ പുസ്തകം രചിച്ച വർഷം, അതുപോലെ തന്നെ അവർ അവർ രചിച്ച പുസ്തകങ്ങളുടെ എണ്ണം, ഈ രൂപത്തിലൊക്കെ ചോദിക്കുന്ന രൂപത്തിലേക്കാണ് ചില ക്വസ്റ്റ്യനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ അധ്യായത്തെ സംബന്ധിച്ചിടത്തോളം അഥവാ യൂണിറ്റ് 5 ഇൽമുൽ ബലാഗയും ഇൽമുൽ അറൂദും നിങ്ങൾ കൃത്യമായി സിലബസിൽ കൊടുത്ത ഭാഗങ്ങൾ, അതിൻ്റെ ആ കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുക. അതോടൊപ്പം ഉദാഹരണം ലഭിച്ചാൽ അത് ഇന്നതാണ് എന്ന് വേർതിരിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. ഒന്ന് മെയിനായിട്ട് ഓരോ നമ്മുടെ സിലബസിലുള്ള ഓരോ ടേംസും കൃത്യമായി മനസ്സിലാക്കുക, ഉദാഹരണ സഹിതം അത് വേർതിരിക്കാൻ കൂടെ നമുക്ക് സാധിച്ചാൽ മതി. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചാൽ ഇതിപ്പോ കഴിഞ്ഞ കോളേജിയേറ്റിന്റെ സിലബസ് ആണ്. അവിടെ ഇൽമുൽ ബലാഗ വൽ അറൂദ് എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് നമുക്ക് കാണാം. അതുപോലെ തന്നെ HSIയുടെ സിലബസ്, PSC HSIയുടെ സിലബസ്, അവിടെയും കാണാം അന്നഖദ് വൽ ബലാഗ വൽ അറൂദ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഹെഡിങ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ പുതിയ ഇപ്പോ പല ആളുകളും നമ്മളിൽപ്പെട്ട പല ആളുകളും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിലും കാണാം ഈ ഒരു സിലബസ് പോയിട്ടില്ല. അവിടെ അറബിക് റെട്ടോറിക്, പ്രോസഡി ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ റെട്ടോറിക്,
പ്രോസഡി എന്ന് പറഞ്ഞ് സിലബസിൽ നമുക്ക് ഈ ഭാഗം കാണാം. ഇനി നമ്മള് പിന്നെ കേട്ടറ്റ്, സെറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ പിന്നെ ഒരുങ്ങുന്ന JRF നെറ്റ് സിലബസ് ആവട്ടെ, PSC അതിന് LP, UP, HSA, HSST, കോളേജിയറ്റ്, ഈ സിലബസിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഇൽമുൽ ബലാഗ വൽ അറൂദ് ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ യൂണിറ്റ് 5. അതുകൊണ്ട് പിന്നെ കോളേജിൽ വെച്ചൊക്കെ കുറച്ചൊക്കെ ആളുകൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാത്തത് കൊണ്ട് ഇത് അല്പം പ്രയാസമാണ് എന്ന് പറഞ്ഞ് അന്ന് മാറ്റി വെച്ചത് അത് ഇപ്പോഴും ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഒരുങ്ങുമ്പോഴൊക്കെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം. എന്നിട്ട് ഈ വിഷയം ഒന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നെറ്റ് എന്നുള്ളതല്ല, മറ്റേത് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും നമുക്ക് വളരെ എളുപ്പമായിരിക്കും എന്നുള്ള കാര്യമാണ് ആദ്യമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി യൂണിറ്റ് 5-ൽ നമ്മുടെ സിലബസിലായി ഈ ഭാഗത്ത് നിന്ന് കൊടുത്ത ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇൽമുൽ ബലാഗ വൽ അറൂദ്, അതിലൊന്ന് ഇൽമുൽ ബലാഗ, അൽ ഫസ്വാഹ, അൽ ബലാഗ. അത് നമ്മുടെ കൈകളിലൊക്കെയുള്ള മിക്കവാറും ആളുകൾ ഈ ഒരു ഭാഗം പഠിക്കാനായി അല്ലെങ്കിൽ പഠിച്ച പുസ്തകമായിരിക്കും അലി അൽ ജാരിം, അതേപോലെ തന്നെ മുസ്തഫ അൽ അമീൻ. ഇവർ രണ്ടുപേരും കൂടി എഴുതിയ ആ ഒരു പിന്നെ വളരെ ഷോർട്ടായിട്ടുള്ള പുസ്തകം. അതിൽ തന്നെ ആദ്യം കൊടുത്ത ഭാഗം തന്നെയാണ് ഈ അൽ ഫസ്വാഹ അൽ ബലാഗ എന്നുള്ള ഭാഗം. അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ട് ഇൽമുൽ മആനി. അതിൽ നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളത് അൽ ഖബർ വ അഖ്സാമുഹു, അൽ ഇൻഷാഉ വ അഖ്സാമുഹു. ഈ രണ്ട് ഏരിയ മാത്രമേ നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. സിലബസിൽ കൊടുത്ത ഭാഗത്തുനിന്ന് മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഇൽമുൽ ബയാൻ അടുത്ത പാർട്ടാണ്. അതിൽ അത്തഷ്ബീഹു വ അഖ്സാമുഹു, അൽ ഇസ്തിആറത്തു വ അഖ്സാമുഹ, അൽ കിനായത്തു വ അഖ്സാമുഹ, അൽ മജാസു വ അഖ്സാമുഹു. ഇങ്ങനെ ഇൽമുൽ ബയാനിൽ നിന്ന് പ്രത്യേകം കൊടുത്തു. ഇൽമുൽ ബദീഇൽ അൽ മുഹസ്സിനാത്തുൽ ലഫ്ളിയ, അതിന് താഴെ വരുന്നത് അൽ ജിനാസ് വസ്സജ. പിന്നെ സാധാരണ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അധികം ആളുകളും പഠിച്ചിട്ടുണ്ടാവുന്നതാണ് അൽ ഇഖ്തിബാസ്. പക്ഷെ ഇവിടെ ഇഖ്തിബാസ് കൊടുത്തിട്ടില്ല. അതിന് പകരം മറ്റൊരു ഇൽമുൽ ബദീഇലെ മുഹസ്സിനാത്തുൽ ലഫ്ളിയയിലെ മറ്റൊരു ഇനമാണ് കൊടുത്തിട്ടുള്ളത്, റദ്ദുൽ അജുസി അല സ്വദർ. ഇതും നമുക്കറിയാവുന്ന പോലെ ഇൽമുൽ ബദീഇന്റെ മുഅസ്സിസായ അബ്ദുല്ലാഹിബ്നുൽ മുഅത്തസ് തന്നെ അവതരിപ്പിച്ച ഒരു ഇനമാണ് റദ്ദുൽ അജുസി അല സ്വദർ എന്നുള്ളത്. മുഹസ്സിനാത്തുൽ മഅനവിയ്യയിൽ അത്തിബാഖ് വത്തൗരിയ വൽ മുഖാബല, ഈ മൂന്നെണ്ണം മാത്രമേ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. ഇൽമുൽ അറൂദിൽ രണ്ടാമത്തെ പാർട്ടായ ഇൽമുൽ അറൂദ്, അതിൽ നമുക്ക് 4 ബഹറുകളെ സംബന്ധിച്ച് മാത്രമേ നമുക്ക് വിശദമായി പഠിക്കേണ്ടതുള്ളൂ. പക്ഷെ ആ ഇൽമുൽ അറൂദ് എന്നുള്ള ഹെഡിങ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇൽമുൽ അറൂദിനെ കുറിച്ച് മൊത്തത്തിലുള്ള ധാരണ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഇൽമുൽ അറൂദിൽ വരുന്ന ഓരോ ടേംസും നമ്മൾ പഠിക്കണം. എന്നാൽ ബഹറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ 16 ബഹറുകളെയും ഒന്ന് മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ മതി എന്നാണ് സിലബസ് അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഈ 4 ബഹറുകൾ, അതിൻ്റെ ഓരോ ടേംസും നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിന് സംഭവിക്കുന്ന സിഹാഫും ഇല്ലത്തും അത് പ്രത്യേകമായി നമ്മൾ പഠിക്കുക. കാരണം കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം വന്ന ക്വസ്റ്റ്യൻസ് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസിൽ ഒരു ബൈത്ത് കൊടുത്തിട്ട് അത് ഖത്അ ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് പിന്നെ ബഹറിലുള്ളതാണ് എന്ന് ചോദിക്കുമ്പോൾ ഖത്അ ചെയ്ത് പഠിച്ച ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിലായിരുന്നു ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നത്. അപ്പൊ അതിലെന്താണെന്ന് വെച്ചാല് സിഹാഫ് അറിയുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു വരി വേർതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അല്പമൊക്കെ കവിതയിൽ വാസനയുള്ള ആളുകളാവണം. അവർക്കാണെങ്കിൽ പാടി മുറിക്കുവാൻ സാധിക്കും. പാടിക്കൊണ്ട് ഇത് ഇന്ന ബഹറാണ് എന്ന് വേർതിരിക്കുവാൻ അവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ഏതായിരുന്നാലും ഇതാണ് നമുക്ക് പഠിക്കാനുള്ള സിലബസ്. ഞാൻ സൂചിപ്പിച്ച പോലെ ഓരോ യൂണിറ്റുകൾക്കും പ്രാധാന്യമുണ്ട്. പക്ഷേ ഇൽമുൽ ബലാഗ വൽ അറൂദ് എന്ന വിഷയം ആരെങ്കിലും അല്പം പ്രയാസമാണ്, അത് അത്രയൊന്നും കാര്യമായി നോക്കേണ്ടതില്ല. ഇനി നോക്കുകയാണെങ്കിൽ തന്നെ സാധാരണ പെട്ടെന്ന് ആളുകൾ നോക്കുന്ന ഒരു ഭാഗമാണ് തഷ്ബീഹും അതിന്റെ അഖ്സാം. അത് മാത്രം നോക്കിയിട്ട് പോകുന്ന ആളുകളുണ്ട്.
ബാക്കി ഒന്നും നോക്കൂല. വരികയാണെങ്കിൽ അവിടുന്ന് വരട്ടെ, അപ്പൊ അതിന് മാത്രം ആൻസർ ചെയ്യാം, ബാക്കി കറക്കി കുത്താം എന്ന രൂപത്തിൽ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് അവർ മനസ്സിലാക്കാനും, അതേപോലെ തന്നെ JRF-നൊക്കെ ഒരുങ്ങുന്ന ആളുകളോടും ഒന്നുകൂടെ നിങ്ങൾ ഈ അധ്യായത്തിന് പ്രാധാന്യം കൊടുക്കണം, മറ്റധ്യായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഷാല്ല ഈ സിലബസ് വന്നതിന് ശേഷം വന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്നൊന്ന് ചർച്ച ചെയ്ത് പോകാനാണ് ഇൻഷാല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഞാൻ പറഞ്ഞു, നമ്മൾ ദീക്ഷ ഫോക്കസ് നടത്തുന്ന ഈ കോച്ചിങ്ങിൽ ചേർന്നാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വരുന്ന എക്സാമിലേക്ക് നല്ല രൂപത്തിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുകൂടിയാണ് ഈ രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക് ഇവിടെ എടുക്കാറുള്ളത് പ്രത്യേകിച്ച് പല ആളുകൾക്കും ടഫ് ആയതുകൊണ്ടും ഏറെ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ പ്രധാനപ്പെട്ട അധ്യായം ആയതുകൊണ്ട് തന്നെ 30-35 ഹവേഴ്സ് ആണ് നമ്മൾ ഈ അധ്യായത്തിന് മാത്രം ചെലവഴിക്കാറുള്ളത്. അത്രയും പ്രധാനപ്പെട്ട അധ്യായമായതുകൊണ്ടും അതേപോലെ തന്നെ അധികം ആളുകൾക്കും സംശയമുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഓരോ ആളുകളുടെയും സംശയം തീർത്ത് പോകാവുന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഒരു യൂണിറ്റിനെ നമ്മൾ സമീപിക്കാറുള്ളത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം എന്ന് മാത്രം. അതിലപ്പുറം നിങ്ങൾക്ക് ഈ ഒരു അധ്യായത്തിന് നിങ്ങൾ എത്ര പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കാനായി ഇതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും പ്രതീക്ഷിക്കാം? നിങ്ങൾക്കൊന്ന് ചാറ്റ് ചെയ്യാമോ? യൂണിറ്റ് 5-ൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എക്സാമിന്? പെട്ടെന്ന് കഴിഞ്ഞ എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടാവും, അവർ ഓക്കെ. നമുക്ക് നോക്കാം. പലരും പല നമ്പറും നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. യൂണിറ്റ് 5-ൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ്? ഇപ്പൊ 3 എക്സാം കഴിഞ്ഞു അല്ലെ? ഈ 3 എക്സാമിലും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഓരോ അധ്യായത്തിൽ നിന്നും വന്നിട്ടുള്ളത് എന്ന് നോക്കുന്നതോടൊപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഭാഗങ്ങൾ ഒന്ന് പറഞ്ഞ് ഓടിച്ചു പോവാം. അതോടൊപ്പം നിങ്ങൾ അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലും ആൻസർ ചെയ്യാനും ശ്രദ്ധിക്കുക. ആദ്യം നടത്തിയ എക്സാം ആയിരുന്നു ജൂൺ 2019. അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. അത്തശ്ബീഹുൽ മുഅക്കദ് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ആൻസറുകൾ അധികവും കറക്റ്റ് ആണ്. നമുക്കറിയാം തശ്ബീഹുൽ മുഅക്കദ് മാ ഹുദിഫത് മിൻഹുൽ അദാത്ത് അല്ലെ? എ ആണ് അധികം ആളുകളും ആൻസർ ചെയ്തിട്ടുള്ളത്. കാരണം വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് തശ്ബീഹിന്റെ ആദ്യ ഭാഗം. കാരണം ഓരോ അക്സാമും ഓരോ കിസ്മും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. മാ ഹുദിഫത് മിൻഹുൽ അദാത്ത് മുഅക്കദാണെന്നും മാ ദുക്കിറ ഫീഹിൽ അദാത്ത് മുർസലാണെന്നും മാ ദുക്കിറ ഫീഹി വജ്ഹു ശബഹ് മുഫസ്സലാണെന്നും മാ ഹുദിഫ ഫീഹി വജ്ഹു ശബഹ് എന്നുള്ളത് മുജ്മലാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഒരു ഉദാഹരണം കൊടുത്ത് ഇത് ഏത് ഖിസ്മിൽപ്പെട്ട തശ്ബീഹാണ് എന്ന് ചോദിക്കുമ്പോൾ എക്സാം ഹാളിൽ പലപ്പോഴും കൺഫ്യൂഷൻ ആവുന്നു. എന്തുകൊണ്ട്? ആ ഭാഗം കൃത്യമായി മനസ്സിലിരുത്താത്തത് കൊണ്ടാണ്. അപ്പോ എളുപ്പമുള്ള ഭാഗമാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ. കാരണം ആ രൂപത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും കൊടുക്കുക. ശരി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്നക്കും ലതക്സറൂന ഇൻദൽ ഫസഅ വതഖില്ലൂന ഇൻദ ത്വമഅ മിസാലുൻ ലി. ഇതെന്തിനുള്ള ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ആൻസർ ചെയ്യാം. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, ആൻസറിലേക്ക് പോവാം. നമുക്കറിയാം ഇത് ഇൽമുൽ ബദീഇലെ മുഹസ്സിനാത്തുൽ മഅനവിയയിൽ വരുന്ന മുഖാബലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മുഖാബല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യം തിബാക്കാവുമ്പോൾ ഒരു കാര്യവും അതിന്റെ ഓപ്പോസിറ്റും ഒരൊറ്റ വാചകത്തിൽ ഉൾക്കൊള്ളിക്കാം. അതിനാണ് തിബാക്ക് എന്ന് പറയാം. എന്നാൽ ഒന്നിൽ നിന്ന് കഴിഞ്ഞ് രണ്ടോ അതിലധികമോ ആശയങ്ങളും അതിന്റെ ലിദ്ദോ അഥവാ നേരെ ഓപ്പോസിറ്റോ അതല്ല എതിർപദങ്ങളോ
ഒരൊറ്റ വാചകത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിനാണ് മുഖാബല എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, തക്സുറൂന തഖില്ലൂന, അതേപോലെ തന്നെ ഫസഅ ത്വമഅ. നമുക്കെല്ലാം അർത്ഥം പറഞ്ഞു പോവാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇവിടെ ഈ ഫസഅ ത്വമഅ എന്നുള്ളത് നേർക്ക് നേരെ ലിദ്ദല്ല, എന്നാലോ അത് എതിർപദമാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, രണ്ട് പദങ്ങളും അല്ലെങ്കിൽ ആശയങ്ങളും അതിന്റെ എതിർപദങ്ങളും വന്നതുകൊണ്ടാണ് ഇത് മുഖാബലയായിട്ടുള്ളത്. അപ്പൊ അതറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫസഅന്റെ ഓപ്പോസിറ്റ് അല്ലല്ലോ ത്വമഅ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, തക്സുറൂനയും തഖില്ലൂനയും മാത്രം കണ്ട് നേരെ തിബാഖാണ് എന്ന് വിചാരിച്ചു പോകും അറിയാത്ത ആളുകൾ, ഈ ഒരു ടേം കൃത്യമായി പരിചയമില്ലാത്ത ആളുകൾ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തത് ഖറലത്ത് മുഅല്ലഖത്ത് അൻതറത്ത് ബിൻ ഷിദ്ദാദ് ഫിൽ ബഹർ. ഏത് ബഹറിലാണ് അൻതറത്ത് ബിൻ ഷിദ്ദാദിന്റെ മുഅല്ലഖ എന്ന്? അപ്പോ ഇത് നമുക്ക് അൻതറത്ത് ബിൻ ഷിദ്ദാദിനെ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് 1-ാം യൂണിറ്റിൽ ഉൾപ്പെടുത്താം. അതോടൊപ്പം ആ യൂണിറ്റിൽ വരുന്ന 4 പ്രധാനപ്പെട്ട ജാഹിലി കവികൾ, അവരുടെ മുഅല്ലഖയുടെ വരികൾ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതിലാണ് എന്ന് ഓർമ്മയില്ലെങ്കിൽ പോലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. 1-ാമത്തെ വരി അറിയാമെങ്കിൽ ആ വരി ഒന്ന് പാടി നോക്കിയാൽ തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും, അറൂൽ അറിയുമെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു യൂണിറ്റിൽ തന്നെ ഇത് ഞാൻ ഉൾപ്പെടുത്താൻ കാരണം. ശരി, പലരും ആൻസർ നൽകിയിട്ടുണ്ട്. ബഹറു കാമിലാണ്. ഏതാണ് ആദ്യ വരി എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വർഷം വന്ന ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്താം. ഇനി 4-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മയ്യിസ് അൽ ബൈത്ത് ഫിൽ ബഹറിൽ കാമിൽ ഫിൽ അബയാത്ത് താലിയ. ഈ ഒരു കവിതയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ബഹറു കാമിലാണുള്ളത്. ബഹറു കാമിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ആൻസർ ഈ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ട ആളുകൾക്കൊക്കെ അറിയുമായിരിക്കും. പക്ഷെ ഇത് ഖത്അ ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് വേർതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം സിഹാഫ് സംഭവിച്ച വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാടി നോക്കി മുറിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ബഹറ കാമിലിന്റെ വസനായ മുത്തഫായിലുൻ 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 എന്നത് വെച്ച് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതേപോലെ കറക്റ്റായി ഇത് ലഭിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ 2-ാമത്തെ അക്ഷരത്തിന് മുത്ഫായിലുൻ എന്ന് വരുന്ന സന്ദർഭം മനസ്സിലാക്കിയ ആളുകൾക്ക് കൃത്യമായി അവർക്ക് വേർതിരിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഇൻ ഈ ന അല്ലെ. ഇപ്പോ ഇൽമുൽ അറൂലിലെ എഴുത്തനുസരിച്ച് ഈ ന എന്ന് മുറിച്ച് എഴുതണം. അപ്പൊ അങ്ങനെ എഴുതുമ്പോ മുത്ത ഫ എന്ന് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തായിരുന്നാലും ഇത് ബഹർ കാമിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പോ ഇത് ബഹർ കാമിലാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം അത് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് സിഹാഫും മിന്നത്തും മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറച്ചൊന്ന് സമയമെടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക, എങ്കിലേ ഇതൊക്കെ കൃത്യമായി വേർതിരിക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കുറച്ചു നേരം കളിച്ച് ലാസ്റ്റ് കുത്തല് ഏതാണോ തെറ്റായ ആൻസർ അതിലായിരിക്കും ചിലപ്പോൾ പോയി കുത്താൻ സാധ്യത. ശ്രദ്ധിക്കാന്ന് മാത്രം. ശരി, 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്നൽ ബുക്കാ ഹുവ ശിഫാഉ മിനൽ ജവാ ബൈനൽ ജവാനി. ഹൻസ എന്റെ കവിതയാണ്. ഇത് എന്തിനുള്ള ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൽമുൽ ബദീഇലെ ചോദ്യമാണ്. ഇൽമുൽ ബദീ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ. ഇൽമുൽ ബലാഗ ചർച്ച ചെയ്യുമ്പോൾ അത്ര പ്രധാനമല്ല പണ്ഡിതന്മാർക്കിടയിൽ ഏത് ഇൽമുൽ ബദീ എന്നുള്ളത്, ഇൽമുൽ ബയാനെയും ഇൽമുൽ മഅനിയെയും അപേക്ഷിച്ച്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഈ ഭാഗമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയി പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്വസ്റ്റ്യനുകൾ പരിശോധിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് സിമ്പിളായ ഏരിയ ആണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കരുത്, മറിച്ച് നന്നായി പഠിക്കേണ്ട ഭാഗമാണ് ഇൽമുൽ ബദീ. അതിൽ തന്നെ സാധാരണ ഇപ്പോ ഇത് എന്തിനുള്ള ഉദാഹരണമാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർക്കും അറിയുമായിരിക്കും. ജിനാസിനുള്ള ഉദാഹരണമാണ്. അപ്പൊ ജിനാസ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ സാധാരണ പഠിക്കുന്ന 1-2 ഉദാഹരണങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. ഞാൻ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ജവാ ജവാനി
ഈ രണ്ട് പദങ്ങളിലാണ് ജിനാസ് ഉള്ളത്. ജിനാസ് എന്ന് പറഞ്ഞാൽ അയതശാബഹൽ ലഫ്ളാനി ഫിൻ നുത്ഖി വയഖ്തലിഫാ ഫിൽ മഅന. ഒരു രണ്ട് ലഫ്ളുകൾ ഉച്ചരിക്കുക, ആ രണ്ട് ലഫ്ളുകളും ഉച്ചാരണത്തിൽ ഒരുപോലെയായിരിക്കും, എന്നാലോ അർത്ഥത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഇങ്ങനെ ഒരു വാചകത്തിൽ രണ്ട് ലഫ്ളുകൾ പറയുന്നതിനാണ് എന്ത് പറയാ, ജിനാസ് എന്ന് പറയാം. രണ്ടും ഒരുപോലെയായിരിക്കും കേൾക്കുന്ന ആൾക്ക് തോന്നാം. അപ്പൊ അത് രണ്ട് രൂപത്തിലുണ്ട്, ജിനാസുൻ താമുൻ, അതേപോലെ ജിനാസ് നാഖിസ് അല്ലെങ്കിൽ ജിനാസ് ഗൈറു താം. ആ ജിനാസ് ഗൈറു താം 4 രൂപത്തിൽ വരാം. ഒന്നുകിൽ ഹർഫുകളിൽ വ്യത്യാസം വരും, അതല്ലെങ്കിൽ എണ്ണത്തിൽ വ്യത്യാസം വരും, അതല്ലെങ്കിൽ അതിന്റെ ഷെക്കിലിൽ എന്ന് വെച്ചാൽ ഹർക്കത്തിൽ വ്യത്യാസം വരും, അതല്ലെങ്കിൽ ഓർഡറിൽ വ്യത്യാസം വരും. ഈ 4 രൂപത്തിലും വരാം. ഇപ്പൊ ഇതൊക്കെ ഓർത്തു വെക്കാൻ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ ജിനാസ്, ജിൻസ് എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിലുള്ളത് എന്നാണ്, ഒരേ വർഗത്തിൽ. അപ്പം ഒരേപോലെയുള്ള വാചകം കേൾക്കുന്ന ആൾക്ക് ഒരേപോലെ തോന്നുന്ന വാചകം എന്ത് ചെയ്യാം, ഒരു വാചകത്തിൽ തന്നെ പറയാം. ലഫ്ലുകൾ ഒരു വാചകത്തിൽ തന്നെ പറയാം. കേൾക്കുന്ന ആൾക്ക് ഇത് രണ്ടും ഒരേപോലെ തോന്നാം, പക്ഷെ അർത്ഥം വ്യത്യാസം ഉണ്ടായിരിക്കും. ഏതുപോലെ, മാനമില്ലാത്തവന് മാനം നോക്കി നിൽക്കാം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അവിടെ മാനം എന്നുള്ള ആദ്യത്തെ മാനത്തിനും രണ്ടാമത്തെ മാനത്തിനും അർത്ഥം വ്യത്യാസമുണ്ട് അല്ലെ. മാനമില്ലാത്തവന് മാനം നോക്കി നിൽക്കാം. അവിടെ രണ്ടാമത്തെ മാനം ഏതാണ്, ആകാശമാണ്. എന്നാൽ ആദ്യത്തെ മാനം എന്ന് പറയുന്നതോ അഭിമാനം എന്നോ അല്ലെങ്കിൽ ലജ്ജ എന്നോ ഒക്കെ ആ രൂപത്തിലാണ് അർത്ഥം വരിക അല്ലെ. അവന്റെ പാട്ട് നാട്ടിലാകെ പാട്ടായി. ആ 2 പാട്ട് എന്നുള്ളതിനും അർത്ഥം വ്യത്യാസമുണ്ട്. ഇതേപോലെ ഇവിടെ ജവാനി എന്ന് പറയുന്ന പോലെ, അതേപോലെ തന്നെ അൽ ബാഖി ഇൻദ തലാഖി ഇൻഷാ അൽ ബാഖി അറബിയിൽ വരുന്ന ഒരു ഉദാഹരണമാണ്. അൽ ബാഖി ഇൻദ തലാഖി ഇൻഷാ അൽ ബാഖി. അൽ ബാഖി എന്നാൽ ബാക്കിയുള്ളത്, ബാക്കിയുള്ള കാര്യങ്ങൾ. ഇൻഷാ അൽ ബാഖി അല്ല ഇൻദ തലാഖി, ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം, അല്ലെങ്കിൽ കണ്ടുമുട്ടുമ്പോൾ ആവാം. ഇൻഷാ അൽ ബാഖി. അപ്പൊ ആദ്യൊരു ബാക്കി വന്നു, പിന്നെ അവസാനം വേറൊരു ബാക്കി. അവിടെ രണ്ടാമത് വരുന്ന ബാക്കി ഇൻഷാ അള്ളാ എന്നുള്ള അർത്ഥമാണ്. അൽ ബാഖി എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹ് എന്നുള്ള അർത്ഥമാണ്. അപ്പോ ഇൻഷാ അൽ ബാഖി. അപ്പൊ ഇങ്ങനെ ഒരു വാചകത്തിൽ തന്നെ ഒരേപോലെയുള്ള 2 ലഫ്ലുകൾ ഉച്ചരിക്കുന്നതിനാണ് എന്ത് പറയാ, ജിനാസ് എന്ന് പറയാ. അതിൽ ജിനാസ് ഗൈറു താമിനുള്ള ഒരു ഉദാഹരണമാണിത്. നെക്സ്റ്റ് വൺ, തവാഫുഖുൽ ഫാസിലത്തൈനി ഫിൽ ഹർഫിൽ അഖീർ വ അഫ്ളലുഹു മാ തസാവത് ഫിഖറു. ഇതെന്തിനുള്ള ഉദാഹരണമാണ്? ഓക്കെ, സജഇന്റെ ഉദാഹരണമല്ല, സജഇന്റെ തഅരീഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നിർവചനം. തവാഫുഖുൽ ഫാസിലത്തൈനി ഫിൽ ഹർഫിൽ അഖീർ എന്ന് വെച്ചാൽ സജഇ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ സാധാരണ പ്രാസം എന്ന് പറയും അല്ലെ. ഇപ്പോ മലയാള ഭാഷയിൽ 7 രൂപത്തിലുള്ള പ്രാസങ്ങൾ ഉള്ളതായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ മലയാള കവികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാസമായി അറിയപ്പെടുന്നത് രണ്ടാമത്തെ, ഓരോ പദങ്ങളിലെയും രണ്ടാമത്തെ ലഫ്ല്, രണ്ടാമത്തെ അക്ഷരം അത് ഒരേപോലെ കൊണ്ടുവരികയാണെന്നെങ്കിൽ അതാണ് മലയാള കവികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാസം എന്നാണ് പറയുന്നത്. അപ്പൊ അതിലുള്ള സാധാരണ പല ഉദാഹരണങ്ങളും കാണാൻ സാധിക്കും. ഇപ്പോ കേശവ, നിനക്ക് ദോശ തിന്നാൻ ആശയുണ്ടേൽ ആശാന്റെ കീശയിലെ മേശയിലെ കാശെടുത്ത് ദോശ തിന്നടാ കേശവ. അവിടെ നിങ്ങള് ഓരോ പദങ്ങളുടെയും രണ്ടാമത്തെ ലഫ്ല് അല്ലെങ്കിൽ രണ്ടാമത്തെ അക്ഷരം അതൊക്കെ ഷാ വെച്ച് പറഞ്ഞു. എന്നാൽ അറബിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ, സജ ആവണമെങ്കിൽ അന്ത്യപ്രാസമാണ് പരിഗണിക്കുക. തവാഫുഖുൽ ഫാസിലത്തൈനി ഫിൽ ഹർഫിൽ അഖീർ. ഇപ്പോ നമ്മള് മക്കിയായ സൂറത്തുകൾ എടുത്താൽ അതിന്റെ അവസാനം ഓരോ പദങ്ങളുടെയും അവസാനത്തെ ലഫ്ല് എന്ന് വെച്ചാൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, അവിടെയൊക്കെ സീനുമലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അവസാനിക്കുന്നതിനാണ് എന്ത് പറയാ, അറബിയിൽ സജ അല്ലെങ്കിൽ ബലാഗയിൽ, ഇൽമുൽ ബലാഗയിൽ സജ എന്ന് പറയാ. നെക്സ്റ്റ് വൺ, വയുനസ്സിലു ലക്കും മിനസ് സമാഇ റിസ്ഖ ഹാദാ മിസാലുൻ ലി. ഇതെന്തിനുള്ള ഉദാഹരണമാണ്? സമയമില്ലാത്തത് കൊണ്ട് വേഗം നമ്മളെ ആൻസറിലേക്ക് പോവാണ്. ഇത് മജാസുൽ മുർസലിനുള്ള ഉദാഹരണമാണ്. മജാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൽമുൽ ബയാനിൽ വരുന്ന ഭാഗമാണ്. ഇൽമുൽ ബയാനിൽ തഷ്ബീഹ്,
രണ്ടാമത്തെ ഭാഗം അൽ മജാസ്, പിന്നെ കിനായ. ഇതാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. അതിൽ മജാസ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് മജാസുൽ ലുഗവി, അതേപോലെ മജാസുൽ അഖലി. അതിൽ മജാസുൽ ലുഗവി അതിന് കുറെ ഇനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇസ്തിആറ, മറ്റൊരു ഇനമാണ് അൽ മജാസുൽ മുർസൽ. അപ്പോ ഇവിടെ മജാസുൽ മുർസലിനുള്ള ഉദാഹരണമാണ് നൽകിയിട്ടുള്ളത്. ആ ടേംസ് മൊത്തത്തിൽ നമുക്ക് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ഭാഗം അറിയുന്നവരും അതല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കണം. നെക്സ്റ്റ് വൺ, എട്ടാമത്തെ ചോദ്യം. അപ്പോ 2019 ജൂണിൽ മാത്രം വന്ന ചോദ്യങ്ങളാണ് ഇവയൊക്കെ. ഈ യൂണിറ്റിൽ നിന്ന് മാത്രം എത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹുവ ബഹറുൻ ശഅരിയുൻ യുസാഇദു അല ശജ്ൻ വയുജീദു തഅബീർ അനിൽ ഹുസ്നൈൻ. ഓക്കെ, അറിയുന്ന ഭാഗമായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് കണ്ട ആളുകൾക്ക്. ഇതൊരു വിധം ബഹറാണ്, അഥവാ ഇൽമുൽ അറൂദിൽ 16 ബഹറിൽപ്പെട്ട ഒരു ബഹറിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ബഹറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സങ്കടകരമായ വിഷയങ്ങളെയൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ വർണ്ണിക്കാൻ ഈ ഒരു ബഹർ സഹായകമാവും എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അതേതാണ്? ബഹറുൽ ബസീത്താണ്. നെക്സ്റ്റ് വൺ, വൻ നഹറു യുഷ്ബിഹു മിബ്റദൻ വലി അജ്ലി ദാ യജ്ലു സ്വദ ഹാദാ മിസാലുൻ ലി. ഇതെന്തിനുള്ള ഉദാഹരണമാണ്? ഈ ക്വസ്റ്റ്യൻസ് കാണിക്കുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് വെറും ഒന്നോ രണ്ടോ ഉദാഹരണം പഠിച്ച് ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് നമുക്ക് കഴിഞ്ഞ എക്സാമുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ ടേംസും, ഇപ്പോ മജാസ് എന്താണ്, തൗരിയ എന്താണ് എന്നതിനൊക്കെ ഓരോ ഉദാഹരണം വെച്ച് മാത്രം പഠിക്കുന്നതിലപ്പുറം ആ ഇൽമുൽ ബലാഗ എന്ന നമ്മുടെ കയ്യിലൊക്കെ മിക്കവാറുമുള്ള ടെക്സ്റ്റ് ആയിട്ടുള്ള അലി അൽ ജാരിം, മുസ്തഫ അമീൻ അവർ എഴുതിയ ആ പുസ്തകത്തിൽ വന്ന എക്സാമുകളെങ്കിലും ഒന്ന് പരിശോധിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. കാരണം തംരീനാത്തിൽ നിന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. വന്നഹറു യുഷ്ബിഹു മിബ്റദൻ ഫലി അജ്ലി ദാ യജ്ലു സ്വദ. അപ്പോ ഇത് തൗരിയക്കുള്ള ഉദാഹരണമാണ്. തൗരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, അതായത് ഒരു വാചകത്തിൽ ഒരു ലഫ്ല് പറയും. ആ ലഫ്ലിന് രണ്ടർത്ഥം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ലഫ്ല് ഉച്ചരിക്കാം. അപ്പോ പറയുന്ന ആള് ഒരർത്ഥമായിരിക്കും ഉദ്ദേശിക്കുക, എന്ന് വെച്ചാൽ വിദൂരമായ അർത്ഥം. എന്നാൽ കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഓടുന്ന അർത്ഥം ഉണ്ടാവും. അതാവൂല പറയുന്ന ആള് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ അസ്വദ എന്നുള്ള ഈ ഒരു ലഫ്ലിലാണ് തൗരിയ ഉള്ളത്. സ്വദക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് അത്ഷ് എന്ന അർത്ഥമുണ്ട്, ദാഹം. അതേപോലെ തന്നെ സ്വദ എന്നുള്ളതിന്റെ മറ്റൊരർത്ഥമാണ് ഹദീദ്, ഇരുമ്പ് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ അത് രണ്ട് രൂപത്തിലും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന അർത്ഥം, ഇപ്പൊ മിബ്റദ എന്നുള്ളതിന് വൻ നെഹ്റു, പുഴ അല്ലെങ്കിൽ നദി, അത് സാദൃശ്യമുണ്ട് എന്തിനോട്? മിബ്റദൻ. മിബ്റദൻ എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണമാണ്. അത് ഇരുമ്പ് ആയുധമാക്കാനോ ഒക്കെ മാറ്റാനോ ആയുധമാക്കി മാറ്റാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറയും. അപ്പോ ആ ആയുധമാക്കി മാറ്റുമ്പോ അതിൽ നിന്ന് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഫലി അജ്ലി ദാ യജ്ലു സ്വദ, അതിൽ നിന്ന് ആ ഇരുമ്പിൽ നിന്ന് തുരുമ്പ് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോവും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി പോവും എന്ന അർത്ഥം ആണ് ഇവിടെ ഉദ്ദേശം. എന്നാണ് പെട്ടെന്ന് ഓടുക ആളുകൾക്ക്, കേൾക്കുന്ന ആൾക്ക്. എന്നാൽ സ്വതക്കുള്ള ബഈദായ അർത്ഥം അത്ഷാണ്. അപ്പൊ അത് വെച്ച് ആണ് മുത്തക്കല്ലിം ശരിക്കും ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ എങ്ങനെ ആയിരിക്കും അർത്ഥം വരാം? വൻ നെഹ്റു യുഷ്ബിഹു മിബ്റദ, പുഴ അത് കൂളറിനോട് അതിന് സാമ്യമുണ്ട്. ഫലി അജ്ലി ദാ യജ്ലു സ്വദ. അപ്പൊ അതെന്ത് ചെയ്യും? ദാഹിക്കുന്നവന് അതിലൂടെ അവന് ശമനം ലഭിക്കും എന്ന അർത്ഥവും വരാം. ശരി, അപ്പൊ അതുകൊണ്ടാണത് തൗരിയായിട്ടുള്ളത്. ഇനി അർക്കാനു തശ്ബീഹ്, മറ്റൊരു ചോദ്യമായിരുന്നു അർക്കാനു തശ്ബീഹ്. വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്.
അർക്കാനു തഷ്ബീഹും അതേപോലെ അഖസാമു തഷ്ബീഹും. ഇത് പരസ്പരം മാറിപ്പോകരുത്. അഖസാമു തഷ്ബീഹ് ഒരു ഖിസ്മ് നമുക്കറിയാം 5 എണ്ണമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, വജ്ഹു ഷബഹിനെയും അതേപോലെ അദാത്തു തഷ്ബീഹിനെയും അത് പറഞ്ഞു കളയപ്പെട്ടു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനം. അപ്പോ അത് 5 എണ്ണമാണ്. അപ്പൊ അത് ചിലപ്പോ അഖ്സാമു തഷ്ബീഹി ഖംസത്തുൻ എന്ന് മനസ്സിലാക്കിയ ആളുകൾ ചിലപ്പോൾ ഈ അർക്കാനു തഷ്ബീഹുമായി മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കരുത്. അർക്കാനു തഷ്ബീഹി അർബഅത്താണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോ 10 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ജൂൺ 2019 വന്നിട്ടുള്ളത്. ഇനി 2019 തന്നെ ഡിസംബറിൽ വന്ന ക്വസ്റ്റ്യൻസ് അത് നമുക്കിനി പെട്ടെന്ന് പറഞ്ഞു പോവാം. കാരണം ഇൻഷാല്ലാ അടുത്ത ഒരു ക്ലാസ് കൂടെ നമുക്ക് വരേണ്ടതുണ്ട്. ഹദ്ദിദ് തിബാഖ് മിൻ ബൈനൽ ഇബാറാത്ത് അത്താലിയ. അപ്പോ ഇൽമുൽ ബദീഇൽപ്പെട്ട ചോദ്യമാണ്. ഇൽമുൽ ബദീഇലെ മുഹസ്സിനാത്തുൽ മാനവിയയിൽ നിന്ന് വന്ന ചോദ്യം. ഹദ്ദിദ് അത്തിബാഖ്, തിബാഖാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താ തിബാഖ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ തിബാഖായി വരുന്നത് അവമൻ ഖാന മൈതൻ ഫഅഹ്യൈനാഹു എന്ന ഒന്നാമത്തെ ചോദ്യമാണ്. അവിടെ മൈതൻ അഹ്യൈന ഒരു ആശയവും അതിന്റെ ഓപ്പോസിറ്റും. ഇത് ഒരു കലിമത്തിൽ ഉൾക്കൊള്ളിക്കുന്ന, ഒരു വാചകത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിനാണ് എന്ത് പറയാ? തിബാഖ് എന്ന് പറയാ. നെക്സ്റ്റ് വൺ, മൻ യഹുൻ യസ്ഹുലുൽ ഹവാനു അലൈഹി മാലി ജുർഹിൻ ബിമയ്യിത്തിൻ ഈലാമു. മൻ യഹുൻ യസ്ഹുലുൽ ഹവാനു അലൈഹി മാലി ജുർഹിൻ ബിമയ്യിത്തിൻ ഈലാമു. തഷ്ബീഹ് പഠിച്ച ആളുകൾക്ക് അറിയാം, അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് തഷ്ബീഹുൽ ലിംനി. ആ തഷ്ബീഹുൽ ലിംനിയിൽ വരുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നിന്ദ്യത, അതാരെങ്കിലും പിന്നെ വളരെ നിസ്സാരമായി കാണുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ എന്ത് ചെയ്യും? ആ നിസ്സാരത അല്ലെങ്കിൽ ഈ നിന്ദ്യത പിന്നെ അയാൾക്കൊരു വിഷയേ ആവില്ല, അല്ലെ? ഏതുപോലെ ഇപ്പോ നമ്മള് ഒരാളെ നമ്മെ അടിക്കുകയാണ്. അപ്പൊ ആദ്യ സമയത്ത് നമുക്കതിന് വേദന ഉണ്ടാവും. എന്നാൽ അയാൾ തുടരെ നമ്മ അങ്ങനെ കാണുന്ന സമയത്തൊക്കെ നമ്മളങ്ങനെ അടിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ ഒരു മേലുദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ അപ്പോ അത് പിന്നെ നമുക്കൊരു വിഷയം ഉണ്ടാവില്ല, അല്ലെ? ഇപ്പൊ കുട്ടികളെ ശിക്ഷിക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. എപ്പോഴും അടിച്ചുകൊണ്ടിരുന്നാൽ അതിനൊരു വില ഉണ്ടാവില്ല. ശിക്ഷണത്തിൽ പറയുന്ന ഒരു സംഗതിയാണത്. അപ്പൊ അതേപോലെയാണ് നിന്ദ്യത എന്ന് പറഞ്ഞാൽ അത് ഒരു വിഷയമാവാതെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് പിന്നെ ജീവിതത്തിൽ എത്ര തന്നെ നിന്ദ്യത അയാൾക്ക് കാണുകയാണെങ്കിൽ അയാൾക്കൊരു വിഷയം ഉണ്ടാവില്ല. ഏതുപോലെ മാലി ജുർഹിൻ ബിമയ്യിത്തിൻ ഈലാമു. ഒരു മയ്യത്തായ ആൾക്ക്, ഒരു മയ്യത്തിന്, ആ മയ്യത്തിന്റെ മേത്തിന് എത്ര മുറിവേറ്റാലും ആ മയ്യത്ത് അത് അറിയാത്തതുപോലെ ആണ് എന്ന് ഈ രണ്ടാമത്തെ ഒരു യാത്രാദി ആയിട്ട് ഇതിനെ ഒരു ലിംനി ആയിട്ട് മറ്റൊരു ജുംലയെ കൊണ്ടുവരാം. ഇതിനാണ് തഷ്ബീഹുൽ ലിംനി എന്ന് പറയാം. ശരി, പിന്നെ അഖ്ബല യംശി ഫിൽ ബിസാത്തി ഫമാ തറ ഇലൽ ബഹരി യസ്അ അം ഇലൽ ബദ്രി യർതഖി. ഇസ്തിആറയിൽ വരുന്ന ഒരു ഭാഗമാണ്. മുത്തനബി സൈഫുദ്ദൗലയെ വർണ്ണിച്ചുകൊണ്ട് പാടിയ ഒരു കവിതയാണ്. ഇതിൽ മുത്തനബി സൈഫുദ്ദൗലയുടെ അടുക്കലേക്ക് റോമിൽ നിന്നുള്ള ദൂതന്മാർ വരുന്ന രംഗത്തെ സംബന്ധിച്ച് വർണ്ണിച്ച് പറഞ്ഞതാണ്. അഖ്ബല യംശി, അയാള് എന്ത് ചെയ്തു? ഈ സൈഫുദ്ദൗലയുടെ അടുക്കലേക്ക് മുന്നിട്ടു. ഫിൽ ബിസാത്തി, ആ ഒരു പരവതാനിയിലൂടെ. ഫമാദറ, ഈ വരുന്ന ആൾക്ക് അറിയില്ലല്ലോ. ഇലൽ ബഹരി യസ്അ അം ഇലൽ ബദ്രി യർതഖി. 2 ഇസ്തിആറയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സൈഫുദ്ദൗലയെ ആദ്യം ബഹറിനോട് ഉപമിക്കുന്നു, അതേപോലെ തന്നെ ബദറിനോടും ഉപമിക്കുന്നു. എന്നിട്ടോ സൈഫുദ്ദൗലയായ മുഷബ്ബഹിനെ കളഞ്ഞു. എന്നിട്ട് മുഷബ്ബഹ് ബിഹി ആയിട്ടുള്ള ബഹറിനെയും ബദറിനെയുമാണ് പറയുന്നത്. അപ്പോ മുഷബ്ബഹ് ബിഹി സ്വരീഹായി പറഞ്ഞതിന് പറയുന്ന പേരാണ് ഇസ്തിആറ തസ്രീഹിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ഉദാഹരണമാണിത്, അഥവാ ഇസ്തിആറ തസ്രീഹിയയാണ്. നെക്സ്റ്റ് വൺ, മൻ ഹുവൻ നാഖിദുല്ലദി അദ്ഖല ആറാഉൽ യുനാനിയുൻ ഇലൽ ബലാഗത്തിൽ അറബിയ. ഈ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആയി ഈ അധ്യായത്തിൽ നമുക്ക് വരുന്നതല്ലെങ്കിലും ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്തുകൊണ്ട്? ഇൽമുൽ ബലാഗയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട 3 ആളുകളുണ്ട്. ഒന്ന്, ഇൽമുൽ ബലാഗയുടെ മുഅസ്സിസായിട്ടുള്ള അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അതുപോലെ തന്നെ ഇൽമുൽ ബദീഇന്റെ മുഅസ്സിസായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നുൽ മുഅത്തസ്.
അതോടൊപ്പം ഇൽമുൽ ബയാൻ, ആ ഇൽമുൽ ബയാനിൽ ആദ്യമായി സംസാരിച്ച ആൾ, അവ്വലു മൻ തകല്ലമ ഫീ ഇൽമുൽ ബയാൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന മറുപടിയാണ് അബൂ ഉബൈദ എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഇൽമുൽ ബലാഗയിൽ ഗ്രീക്ക് ഫിലോസഫിയും ഗ്രീക്ക് അഭിപ്രായങ്ങളുമൊക്കെ കൊണ്ടുവന്ന ആള് ആരാണ്? ഒരു നാഖിദ് കൂടിയാണ്. നമ്മുടെ നെറ്റ് സിലബസിൽ യൂണിറ്റ് 4-ൽ പഠിക്കാനുള്ള ഖുദ്ദാമത്ത് ഇബ്നു ജഅഫർ, ഇദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ഇൽമുൽ ബലാഗയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോ പ്രത്യേകമായി ഓർത്തു വെക്കുക, ഖുദ്ദാമത്ത് ഇബ്നു ജഅഫർ ആണ് ആറാഉൽ യൂനാനിയൂൻ ഈ ഒരു ഇൽമുൽ ബലാഗയിലേക്ക് കൊണ്ടുവന്നത്. ഇനി മാ ഹുവ അജ്സുൽ ബൈത്ത് ഫി ശിഅറിൽ അമൂദി, ഇൽമുൽ അറൂദുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അജ്സുൽ ബൈത്ത് ഏതാണ്? അപ്പം ഒരു ബൈത്തിന് 2 മിസ്റ ആണുള്ളത്. ആദ്യത്തെ മിസ്റാന് സ്വദർ എന്ന് പറയും, രണ്ടാമത്തെ മിസ്റാന് അജ്സ് എന്നാണ് പറയാം. അപ്പോ അശ്ശത്റുൽ അവ്വൽ, അതേപോലെ അശ്ശത്റു ഥാനി. അശ്ശത്റുൽ അവ്വൽ അസ്വദറും, അതേപോലെ അശ്ശത്റു ഥാനി അജ്സുമാണ്. അപ്പോ ഇതിൽ അവസാനത്തെ ഓപ്ഷനായ ഡി ആണ് ആൻസർ വരുന്നത്. യുഷ്തറത്തു ഫിൽ ഫസ്വാഹ, വളരെ സിമ്പിളായ ചോദ്യമാണ്. ഇൽമുൽ ബലാഗയുടെ ആ ടെക്സ്റ്റ് ആദ്യമായി വായിക്കുന്ന അല്ലെങ്കിൽ എപ്പോൾ വായിക്കുമ്പോഴും തുടങ്ങുന്ന ഏരിയയിൽ വരുന്ന ചർച്ചയാണ് ഫസ്വാഹത്ത്, ബലാഗത്ത്. അതിൽ ഒരു കലാമ് ഫസ്വിഹാവണമെങ്കിൽ പറയുന്ന കണ്ടീഷനിൽ പെട്ടതാണ് എന്ത്? സലാമത്തുൽ കലിമ വസലാമത്തു തർക്കീബ് മിനത്ത് തനാഫുരി വല്ലുഅഫി വത്താഖീദ്. വളരെ സിമ്പിളായ ചോദ്യമാണത്. നെക്സ്റ്റ് വൺ, ഹദ്ദിദ് അൽ ജിനാസ് മിൻ ബൈനിൽ ഇബാറാത്ത് അത്താലിയ. ജിനാസിനെ വേർതിരിക്കാനാണ്. ജിനാസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ജിനാസ് എന്ന് പറഞ്ഞാൽ ഉച്ചാരണത്തിൽ സമമായി തോന്നും, പക്ഷെ അർത്ഥത്തിൽ വ്യത്യാസമുള്ള 2 ലഫ്ദുകൾ ഒരൊറ്റ വാചകത്തിൽ പറയാം. അപ്പൊ ഇവിടെ അൽ ഖൈലു മഅഖൂദുൻ ബിനവാസ്ഫിഹ അൽ ഖൈർ എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെ ഖൈൽ, അതേപോലെ ഖൈർ. അപ്പോ അൽ ഖൈറു മഅഖൂദുൻ ബിനവാസ്ഫിഹ അൽ ഖൈർ എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷൻ അഥവാ ജിനാസ് നാഖിസ് ആണ്. ഖൈല്, ഖൈർ. നെക്സ്റ്റ് വൺ, 8ാമത്തെ ചോദ്യം, മതാ യബ്ലുഗുൽ ബുനിയാനു യൗമൻ തമാമഹു ഇദാ കുൻത തബ്നീഹി വഗൈറുക യഹ്ദിമു. ഇതെന്തിനുള്ള ഉദാഹരണമാണ്? ഓക്കെ, ആൻസർ നോക്കാം. ഇസ്തിആറയിൽ തന്നെ വരുന്ന തർക്കീബി ആയിട്ടുള്ള ഇസ്തിആറ എന്ന് വെച്ചാൽ തർക്കീബ്, ഒരു വാചകം തന്നെ ഇസ്തിആറയായി പ്രയോഗിക്കുന്നതിനാണ് ഇസ്തിആറ തംസീലിയ എന്ന് പറയാം. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ വേഗം ആൻസറിലേക്ക് പോവാണ്. അപ്പോ ഇസ്തിആറ തംസീലിയക്കുള്ള ഉദാഹരണമാണ്. എന്ന് വെച്ചാൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയാണ്. ഇപ്പൊ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരാള് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോ ആ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിയാത്തത്, അയാൾക്ക് ആദ്യം പരിചയമുണ്ട്. ആ ക്ലാസ്സിൽ അദ്ദേഹം ക്ലാസ് എടുത്തതാണ്. ആ കുട്ടികൾക്ക് ഒന്ന് പഠിപ്പിച്ചിട്ടും കാര്യമില്ല, കാരണം തീരെ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്. അപ്പൊ അവരെ എങ്ങനെ പഠിപ്പിച്ചാലും കാര്യമില്ല എന്ന് ആദ്യം ആ ക്ലാസ്സിൽ പരിചയമുള്ള അധ്യാപകന് അറിയാം. പക്ഷെ വേറൊരു പുതിയ അധ്യാപകൻ വന്ന് അയാൾ ക്ലാസ് എടുക്കുന്നു. അപ്പൊ അയാള് കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അയാളെ കാണുമ്പോൾ ഈ ആദ്യം പഠിപ്പിച്ച അധ്യാപകൻ പറയാണെന്ത്? ലാ തൻസുരി ദുററ അമാമൽ ഖിൻസീർ. നീ പന്നികൾക്ക് മുമ്പിൽ എത്ര തന്നെ മുത്തുകൾ വിതറിയിട്ടും യാതൊരു കാര്യവുമില്ല, യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഒരു തെർക്കീബാണ് പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ സാധാരണ പഴഞ്ചൊല്ലുകൾ പറയും. ആ പഴഞ്ചൊല്ല് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ഒരു സന്ദർഭത്തിൽ പ്രയോഗിക്കുക. അവിടെ അപ്പൊ എന്തുണ്ടാവില്ല? മുഷബ്ബഹ് ഉണ്ടാവില്ല. മുഷബ്ബഹ് ബിഹി ആയിട്ട് ഒരു പഴഞ്ചൊല്ല് തന്നെ പ്രയോഗിക്കുക. അതിനാണത് നമുക്ക് പച്ചമലയാളത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്ത്, ഒരു പഴഞ്ചൊല്ല് എന്ത് ചെയ്യുക, നമ്മള് ഒരു സന്ദർഭം വരുമ്പോൾ അവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ അതിനാണ് ശരിക്ക് ഇസ്തിആറ തംസീലിയ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ മതാ യബ്ലുഗുൽ ബുനിയാനു യൗമൻ തമാമഹു, എന്നാണ് ആ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാവുക. കാരണം എന്താ? നീ അതെന്ത് ചെയ്യുന്നു? നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു.
നീ അല്ലാത്ത മറ്റുള്ള ആളുകൾ അത് പൊളിക്കുകയും ചെയ്യുന്നു അല്ലെ. ഇപ്പൊ ഒരു സ്ഥാപനം, ആ ഒരു സ്ഥാപനത്തിലെ ഒരു ഒരു മേധാവി പറയാണെന്ത്, നല്ല രൂപത്തിൽ നിങ്ങൾ കുട്ടികളൊക്കെ നല്ല രൂപത്തിൽ വളർത്തണം, അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നൊക്കെ എല്ലാ അധ്യാപകർക്കും നിർദ്ദേശം നൽകി. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആ പ്രിൻസിപ്പൾക്കെതിരെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ആ സ്കൂളിൽ ഉള്ളതായി മറ്റുള്ള അധ്യാപകർ അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽപ്പെട്ട ഏതെങ്കിലും അവിടെയുള്ള ഡിസിപ്ലിൻ കമ്മിറ്റിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യാപകൻ ചെയ്തു കഴിഞ്ഞാൽ, അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിത് പറയാം അല്ലെ. പ്രിൻസിപ്പാളോട് നമുക്ക് പറയാം, ഈ ഒരു രൂപത്തിൽ എങ്ങനെ നമ്മുടെ സ്കൂള് നന്നാവാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിലൊക്കെ നല്ല രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയാലും പിന്നെ എങ്ങനെ നന്നാവാനാണ് എന്നുള്ളതിന് പകരമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മത്തായബലുൽ ബനിയാനു യൗമൻ തമാമഹു ഇദാ കുൻത തബനീഹി വഗൈറുക യഹ്ദിമു. ശരി, അപ്പൊ ഇങ്ങനെ ഒരു വാചകം തന്നെ എന്ത് ചെയ്യാ, പ്രയോഗിക്കുന്നതിനാണ് ഇസ്തിആറ തംസീലിയ എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഹദ്ദിത് മിസാൽ തൗരിയ മിൻ ബൈനൽ ഇബാറാത്ത് അത്താലിയ. തൗരിയ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇദാ കുൻത ശരീഫൻ ഫസ്അ വലാ തഅതമിദ് അലാ ജദ്ദിക. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടാവും, ഒരു ലഫ്ള് പറയുന്നു, അതിന് രണ്ടർത്ഥം ഉണ്ടാവും. അത് മുത്തകല്ലിമ് ഉദ്ദേശിക്കുന്നത് ബഈദായ അർത്ഥമായിരിക്കും, എന്നാൽ കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഓടുന്ന ഒരു അർത്ഥം ഉണ്ടാവും. അപ്പൊ ഇവിടെ ജദ്ദ് എന്നുള്ളതിന് നമുക്കൊക്കെ അറിയുന്ന ഒരു അർത്ഥമാണ് എന്ത്, വല്യുപ്പ എന്നുള്ള അർത്ഥം. എന്നാലോ ജദ്ദ് എന്നുള്ളതിന് ഹല്ല് എന്നുള്ള അർത്ഥമുണ്ട്. ഹല്ല് എന്നുള്ളതിന് ഭാഗ്യം എന്ന് പറയാം, അതല്ലെങ്കിൽ ഓഹരി എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. അപ്പോ ഇദാ കുൻത ഷരീഫൻ, നീ ഒരു മാന്യനാണെങ്കിൽ, ഫസ്അ, നീ എന്ത് ചെയ്യുക, നന്നായി അധ്വാനിക്കുക. അല്ലെങ്കിൽ ഷരീഫ് എന്നുള്ളതിന് നീ കുലീനനാവാൻ ആണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഫസ്അ, നീ നന്നായിട്ട് എന്ത് ചെയ്യുക, പരിശ്രമിക്കുക, അധ്വാനിക്കുക. വലാ തഅതമിദ് അലാ ജദ്ദിക, നീ നിന്റെ വെല്ലിപ്പയെ പ്രതീക്ഷിച്ച് നിൽക്കരുത് എന്ന് പറഞ്ഞാൽ വെല്ലിപ്പാന്റെ സ്വത്തം കണ്ട് നീ നിൽക്കരുത് എന്ന അർത്ഥമായിരിക്കും കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഓടാം. എന്നാലോ വലാ തഅതമിദ് അലാ ജദ്ദിക, നീ എന്ത് ചെയ്യരുത്, ഭാഗ്യം പ്രതീക്ഷിച്ച് നീ നിൽക്കരുത് എന്നാണ് പറയുന്ന ആള് വിചാരിച്ചിട്ടുള്ളത് എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഒരു ലഫ്ദിന് രണ്ടർത്ഥം ഉണ്ടാവും, ആ രൂപത്തിൽ പ്രയോഗിക്കുന്നതിനാണ് തൗരിയ എന്ന് പറയാം. പിന്നെ ഫീ ഹുംറത്തിൽ വർദി ശൈഉം മിൻ തലഹുബിഹാ വലിൽ ഖലീബി നസ്വീബും മിൻ തതന്നിഹ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് വേഗം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഇതിന്റെ ആൻസർ തഷ്ബീഹ് മഖ്ലൂബ് ആണ്. മഖ്ലൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വജ്ഹു ശബഹ് മുഷബ്ബഹിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് വാദിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, മുഷബ്ബഹ് ബിഹിയെ പറയേണ്ടതിന് പകരം മുഷബ്ബഹിനെ എന്ത് ചെയ്യാം, ഒന്ന് പ്രാധാന്യത്തോടു കൂടി പറയാം. ഏതുപോലെ ഇപ്പോ വജ്ഹുൽ ഖലീഫത്തി കൽബദരി എന്ന് പറയും സാധാരണഗതിയിൽ തഷ്ബീഹാവുമ്പോൾ. അതിന് പകരമായിട്ട് അൽ ബദ്റു കവജ്ഹിൽ ഖലീഫ എന്ന് പറയുന്ന പോലെ. അപ്പൊ അവിടെ ശരിക്കും എന്താ പറയേണ്ടത്, ഖലീഫയുടെ മുഖം ബദ്റിനെ പോലെയാകുന്നു എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥ തഷ്ബീഹ് ആവുന്നത്. കാരണം മുഷബ്ബഹ് ബിഹിയിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യാ, വജ്ഹു ശബഹ് കൂടുതൽ ഉണ്ടാവേണ്ടത്. അതാണ് സാധാരണ തഷ്ബീഹ്. പക്ഷെ ഈ ചില സന്ദർഭങ്ങളിൽ ഒന്നുകൂടെ അതല്ല, മുഷബ്ബഹ് ബിഹിയിലാണ് ഏറ്റവും അധികം ശക്തമായ രൂപത്തിൽ വജ്ഹുൽ ശബഹ് ഉള്ളത് എന്ന് വാദിച്ചുകൊണ്ട് ചിലപ്പോ അവതരിപ്പിക്കും. അപ്പൊ ആ സമയത്തിൽ പറയുമ്പോഴാണ് എന്ത് ചെയ്യാ, ഇപ്പൊ പറഞ്ഞ പോലെ പറയാം. എന്ന് വെച്ചാൽ മുഷബ്ബഹ് ബിഹിയായ മുഷബ്ബഹിലാണ് ഏറ്റവും കൂടുതലായിട്ട് വജ്ഹു ശബഹ് ഉള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പറയാം. അപ്പൊ അതേപോലെ വന്ന ഒരു വരിയാണ് ഇവിടെ ഫീ ഹുംറത്തിൽ വറദി ശൈഉം മിൻ തലഹുബിഹാ വലിൽ ഖദീബി നസ്വീബും മിൻ തതന്നിഹ. ഇവിടെ ഹുംറത്തുൽ വറദ് എന്ന് പറഞ്ഞാൽ നമുക്ക് വറദ് നമുക്കറിയാം. അപ്പോ റോസാപ്പൂവിന് ഉള്ള ചുവപ്പ്, ആ ചുവപ്പ് അവളുടെ കവളിനെ പോലെയാകുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും നേരെ തിരിച്ചാണ് പറയാറുള്ളത്. പക്ഷെ ഇവിടെ അപ്പോ വാദിക്കുന്നത് എന്താ, റോസാപ്പൂവിനേക്കാളും ചുവപ്പുള്ളത് അവളുടെ കവിളിനാണ് എന്ന രൂപത്തിലാണ് പറയുന്നത്. അപ്പോ അതേപോലെ തന്നെ രണ്ടാമത്തെ ഭാഗവും വലിൽ ഖദീബി നസ്വീബും മിൻ തതന്നിഹ, ഒരു നല്ല ഒരു കൊമ്പ്, ആ കൊമ്പ് കാറ്റടിക്കുമ്പോൾ, ഇളം കാറ്റടിക്കുമ്പോൾ ആടുന്നു. ആ ആടുന്നതിനോട് അവളുടെ അഥവാ ഈ കാമുകിയുടെ പിൻഭാഗത്തെ വർണ്ണിക്കാണ് ചെയ്യുന്നത്, അവളുടെ ഇളക്കത്തെ. അപ്പൊ അത് നേരെ തിരിച്ചു പറഞ്ഞു, ഈ കൊമ്പിന്റെ ഇളക്കം
അവളുടെ പിൻഭാഗം ഇളകുന്നത് പോലെയാകുന്നു. നേരെ തിരിച്ച് പറഞ്ഞു. ഇങ്ങനെ തിരിച്ചു പറയുന്നതിനാണ് എന്ത് പറയാ? തശ്ബീഹ് മഖ്ലൂബ് എന്ന് പറയാം. ശരി, നെക്സ്റ്റ് വൺ, ഇദൽ ഐനു റാഹത്ത്. വഹിയ ഐനുൻ അലൽ ജവാ ഫലൈസ ബിസിർരിൻ മാ തുസിറുൽ അല്ലാലിയ. ഇതെന്തിനുള്ള ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കൂടുതലായി മനസ്സിലാക്കേണ്ട ഏരിയയാണ് മജാസ് എന്നുള്ളത്. അപ്പൊ അവിടെ മജാസു ലുഗവിക്കുള്ള ഉദാഹരണമായി നൽകിയിട്ടുള്ള ഒന്നാണ് ഇവിടെ ഐൻ. ഐൻ എന്നുള്ളതിൽ ആദ്യത്തെ ഐൻ ഹഖീഖി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തെ ഐൻ എന്ന് പറഞ്ഞാൽ അവിടെ ജാസൂസ് എന്നുള്ള അർത്ഥമാണ്. ഒക്കെ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. നെക്സ്റ്റ് വൺ, 12ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. ഡിസംബർ 2019 ചോദിച്ച ചോദ്യമാണ്. മിൻ അഗ്റാലിൽ ഖബർ. അതിൽപ്പെട്ടത് ഒന്നാമത്തെ ആൻസർ തന്നെയാണ് അൽ ഇസ്തിർഹാം വത്തഹസ്സുർ വൽ ഫഖർ വൽ ഹത്ത് വൽ ഇഫാദ. അതുപോലെ 13ാമത്തേത് ബദർ ഷാക്കിർ സയ്യാബ് അദ്ദേഹത്തിന്റെ ആദ്യ ഖസീദയായ ഹൽ കാന ഹുബ്ബൻ എന്നുള്ളത് പാടിയത് ഏത് ബഹറിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഇൽമുൽ അറൂദുമായി ബന്ധപ്പെടുത്തിയിട്ടും നമുക്ക് പറയാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ 13ാമത്തെ ചോദ്യം. 14ാമത്തെ ചോദ്യം, ഹദ്ദിദ് അസ്സൗജുൽ ഖത്ത മിനൽ മദ്കൂരീന അദ്നാഹു. ഇത് നമുക്ക് യൂണിറ്റ് 6മായി അങ്ങനെയും ബന്ധപ്പെടുത്താം. അതോടൊപ്പം ഇവിടെ അസ്സുയൂത്തി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായാണ് ഇവിടെ 3ാമത് കൊടുത്തിട്ടുള്ളത് അസ്റാറുൽ ബലാഗ. അപ്പോ അസ്റാറുൽ ബലാഗ നമുക്കറിയാം അബ്ദുൽ ഖാഹിറുൽ ജുർജാനിയുടേതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ശരിക്കും ഖത്ത ആയി വരുന്നത് ആ 3ാമത്തെ ഓപ്ഷനാണ് എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാഠവുമായി ബന്ധപ്പെടുത്തി പറയാം. എന്ന് വെച്ചാൽ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് നമുക്ക് ടോട്ടൽ 14 ക്വസ്റ്റ്യൻസ് ആണ് 2019 ഡിസംബറിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ 28 മാർക്ക് ഈ 8 അധ്യായത്തിൽ നിന്ന്. ഇനി ലാസ്റ്റ് നടന്ന എക്സാം കൂടെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഇംതിഹാനുൽ അഖീർ ഈ ജൂണിൽ വന്ന ചോദ്യങ്ങൾ. അൽ മജാസുൽ അഖ്ലി 1ാമത്തെ ചോദ്യം, അത് ഹുവ ഇസ്നാദുൽ ഫിഅലി ഔ മാ ഫി മഅനാഹു ഇലാ ഗൈരി മാ ഹുവ ലഹു ലി അലാഖത്തിൻ മഅ ഖരീനത്തിൻ മാനിഅ മിൻ ഇറാദത്തിൽ ഇസ്നാദ് അൽ ഹഖീഖി. അല്ലേ, ഒരു ഫിഅലിനെയോ അതിന്റെ അർത്ഥത്തിലുള്ളതിനെയോ ചേർക്കേണ്ട ഒന്നിലേക്കല്ലാതെ മറ്റൊന്നിലേക്ക് ചേർക്കാം. എന്ന് വെച്ചാൽ എന്താ, ഇപ്പോ ബന ഷാജഹാൻ താജ്മഹൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചു. അപ്പോ നമുക്കൊക്കെ അറിയാം എന്ത്, ബന എന്നുള്ളത് ചേർത്തിയത് ആരിലേക്കാണ്? ഷാജഹാനിലേക്കാണ്. അപ്പൊ ആർക്കും അറിയാമെന്ത്, ഷാജഹാൻ അല്ല താജ്മഹൽ ഉണ്ടാക്കിയിട്ടുള്ളത്, മറിച്ച് പിന്നെ ആരാ? ബന ഉമ്മാലു ഷാജഹാൻ അല്ലെങ്കിൽ ബന്ന ഉൻ അല്ലെ, നിർമ്മിച്ച തൊഴിലാളികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു താജ്മഹൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് ഷാജഹാനിലേക്ക് ചേർക്കുമ്പോൾ അവിടെ ഒരു ഭംഗിയുണ്ട്. അപ്പൊ എങ്ങനെയാണ് പിന്നെ ആ ഭംഗി വരുന്നത്? അവിടെ എങ്ങനെയാണ് മജാസ് വന്നിട്ടുള്ളത്? ഷാജഹാൻ ഇതിനുള്ള സബബാണ്. പക്ഷെ അവിടെ പറഞ്ഞിട്ടുള്ളത് ആരെയാണ്? ഇതിനുള്ള സബബ് ശരിക്ക് ഷാജഹാനാണ്. പക്ഷെ പറഞ്ഞത് ആരെയാണ്? ഉമ്മാലുകളെ പറയേണ്ടിടത്ത് ഷാജഹാനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സബബിനെ പറയാതെ മുസബ്ബബിനെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അലാഖത്ത് മുസബ്ബബിയ എന്ന് പറയും. ഇപ്പോ പിന്നെ മജാസുൽ അഖ്ലി അതിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളുണ്ട്. അതിന്റെ അലാഖത്ത്, അതേപോലെ തന്നെ ഖരീനത്ത്, ഇതൊക്കെ കൃത്യമായി പഠിച്ച ആളുകളായിരിക്കും. ഏതായിരുന്നാലും പിന്നെ ഒന്ന് മജാസുൽ അഖ്ലിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം അൽ ഇസ്തിആറ അൽ മുത്തലഖ. ഇസ്തിആറ കുറെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും കണ്ടു, അതേപോലെ ഈ ഭാഗത്തും വന്നു. അഥവാ 2020 ജൂണിൽ വന്ന എക്സാമിലും അൽ ഇസ്തിആറ അൽ മുത്തലഖ. ഇതിൽ ഇസ്തിആറ മുത്തലഖ, അതേപോലെ ഇസ്തിആറ അൽ മുജറദ, പിന്നെ ഇസ്തിആറ മുറശ്ശഹ, ഇങ്ങനെ 3 ഇനങ്ങളുണ്ട്. ഇസ്തിആറയുടെ 3 ഇനങ്ങൾ. അതിൽ ഇസ്തിആറ മുത്തലഖ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ. അപ്പോ ഇസ്തിആറ മുത്തലഖ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് കൂടെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഈ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഏതായിരുന്നാലും ഈ ഭാഗത്ത് നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് വേഗം കാണിക്കാം. 2020 വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ പരിചയപ്പെടുന്നത്. അപ്പോ ഇസ്തിആറ മുത്തലഖ, അതേപോലെ ഇസ്തിആറ മുജറദ, ഇസ്തിആറ മുറശ്ശഹ. ഇതിൽ മുജറദ എന്ന് പറഞ്ഞാൽ ആ ഒരു പദത്തിൽ നിന്ന് തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇത് ഓരോന്നും വേർതിരിക്കാൻ സാധിക്കും. ഇപ്പോ ഇസ്തിആറ പൂർത്തിയായ ശേഷവും മുഷബ്ബഹിനോട് അതേപോലെ മുഷബ്ബഹ് ബിഹിയോട് അനുബന്ധമായി വീണ്ടും വാചകങ്ങൾ വരികയാണെങ്കിൽ അതിനാണ് ശരിക്ക് ഈ ഇസ്തിആറ മുറശ്ശഹ, അതേപോലെ തന്നെ ഇസ്തിആറ മുജറദ, ഇസ്തിആറ മുത്തലഖ എന്ന് പറയാം. അതിൽ മുഷബ്ബഹ് ബിഹിയെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള വാക്കുകളാണ് വന്നത് എങ്കിൽ അതിന് പറയും ഇസ്തിആറ മുറശ്ശഹ. അതേപോലെ തന്നെ ഇനി മുഷബ്ബഹ് ബിഹിയെ പ്രതിനിധീകരിക്കുന്നില്ല, അതിൽ നിന്ന് ഒഴിവായത് എന്ന അർത്ഥത്തിലാണ് ശരിക്ക് മുജറദ എന്ന് പറയുന്നത്. അപ്പോ മുഷബ്ബഹിനെ ആയിരിക്കും പ്രതിനിധീകരിക്കുക. അതേപോലെ ഇനി അതിന് രണ്ടിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്തിആറയ്ക്ക് ശേഷം വാചകങ്ങളൊന്നും വന്നില്ല എങ്കിൽ അതിന് പറയുന്നതാണ് ശരിക്കും ഇസ്തിആറ മുത്തലഖ എന്ന് പറയാം. അതാണ് മാ ഖലത് മിൻ മുലാഇമാത്തിൽ മുഷബ്ബഹി ബിഹി അവിൽ മുഷബ്ബഹി. മുഷബ്ബഹിനെയോ അതേപോലെ തന്നെ മുഷബ്ബഹ് ബിഹിയെയോ ഇസ്തിആറയ്ക്ക് ശേഷം പ്രതിനിധീകരിച്ചുകൊണ്ട് വാക്കുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ, അതിൽ നിന്ന് ഒഴിവായതാണ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇസ്തിആറ മുത്തലഖ. ഓക്കെ. നെക്സ്റ്റ് വൺ ലിൽ മുഖാത്തബി ഡാഷ് ഹാലാത്തിൻ. നമ്മുടെ ഖബറുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൽമുൽ മആനിയിൽ വരുന്ന ഒരു ഭാഗമാണ് തലാഖത്തു ഹാലാത്ത്. അല്ലെ, മുഖാത്തബിന് വരുന്ന 3 അവസ്ഥകൾ. നെക്സ്റ്റ് വൺ അന്നശ്റു മിസ്കുൻ വൽ വുജൂഹു ദനാനീറു വ അത്റാഫുൽ അകഫി അനമു. ഇവിടെ 3 തശ്ബീഹുകൾ ഉണ്ട്. അന്നശ്റു കൽ മിസ്കി വൽ വുജൂഹു കദ്ദനാനീരി വ അത്റാഫുൽ അകഫി കൽ അനമി. അപ്പോ 3 തശ്ബീഹ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ അദാത്ത് പറഞ്ഞിട്ടില്ല, വജ്ഹു ശബവും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഏതായിരിക്കും തശ്ബീഹുൽ ബലീഗനുള്ള ഉദാഹരണമാണ്. അതുപോലെ നമ്മൾ തൗരിയ പഠിച്ചു. ആ തൗരിയയിൽ വരുന്ന ഒരു ഉദാഹരണമാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അബയാതു ശിഅരിക കൽ ഖുസൂരി വലാ ഖുസൂറ ബിഹാ യഉഖ് വമിനൽ അജാഇബി ലഫ്ദുഹാ ഹുർറുൻ വമഅനാഹ റഖീഖ്. ഇത് എന്തിനുള്ള ഉദാഹരണമാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. തൗരിയക്കുള്ള ഉദാഹരണമാണ്. ഇവിടെ ഹുർറ് അതേപോലെ റഖീഖ് ഇത് പഠിച്ച ആളുകൾക്ക് അറിയുന്നതായിരിക്കും. ഏതായിരുന്നാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മറ്റൊന്ന് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ വേഗം അടുത്ത കാണിക്കാം. അടുത്ത ക്വസ്റ്റ്യനും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയുമായി ബന്ധപ്പെട്ട് അഥവാ ഇൽമുൽ ബലാഗയുടെ മുഅസ്സിസുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിൽ വന്നു. നെക്സ്റ്റ് വൺ ഇൽമുൽ അറൂദിൽ നിന്ന് ബസീത്ത് എന്ന ബഹറിന്റെ വസന് കൊടുത്തിട്ട് അത് ഏത് ബഹറിൽപ്പെട്ടതാകുന്നു എന്ന് ചോദിച്ചു. ഏത് ബഹറിന്റെ വസനാകുന്നു എന്ന് ചോദിച്ചു. അതേപോലെ നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. അഥവാ ഇൽമുൽ അറൂദുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ ആദ്യ ഭാഗത്ത് പഠിക്കേണ്ട ഒന്നാണ്. ഇൽമുൽ അറൂദിന്റെ നിർവചനം പറയുമ്പോൾ ആ ഭാഗം പഠിക്കുമ്പോൾ ഷഅറിന്റെ നിർവചനം പഠിക്കുന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാളാണ് ശരിക്കും ഖുദ്ദാമത്ത് ബിൻ ജഅഫർ. അദ്ദേഹമാണ് ആദ്യമായി ഷഅറിനെ നിർവചിച്ചിട്ടുള്ളത്. ബി അന്നഹു കലാമുൻ മൗസൂനുൻ മുഖഫ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നെക്സ്റ്റ് വൺ വഇദാ സഹൗതു ഫമാ ഉഖസ്സിറു അൻ നദ വകമാ അലിംതി ശമാഇലി വതകറുമി. ഇത് ഏത് ബഹറിൽപ്പെട്ടതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അൻതറത്ത് ബിൻ ഷിദ്ദാദിന്റെ കവിത 2019 ജൂണിൽ ചോദിച്ച ചോദ്യം നമ്മൾ കണ്ടു. അപ്പോ അതിൽ വന്ന ഒരു വരി അദ്ദേഹത്തിന്റെ കവിതയാണ് ആ വർഷം ചോദിച്ചതെങ്കിൽ അത് ഏത് ബഹറിലാണ് രചിച്ചിട്ടുള്ളത് എന്നാണ് ആ വർഷം ചോദിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതയിലെ മുഅല്ലഖയിലെ ഒരു വരി എടുത്തു കൊടുത്തു. പക്ഷെ ആദ്യ വരിയാണ് എടുത്തു കൊടുത്തതെങ്കിൽ അത് എല്ലാവർക്കും അറിയും. പക്ഷെ ആദ്യ വരി കൊടുക്കാതെ ഇടയിൽ നിന്നുള്ള ഒരു കവിതയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഏത് ബഹറിലാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പാടി മുറിക്കുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഖത്അ ചെയ്യാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഇത് ഇന്ന ബഹറിലുള്ളതാണ് എന്ന് വേർതിരിക്കാൻ സാധിക്കും. ശരി, അപ്പോ ഈ പാഠത്തിൽ നിന്ന്
2020 അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്ന് 10 ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 വർഷത്തെ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് പറയേണ്ടി വന്നു, കാരണം ഈ 3 വർഷത്തെയും ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് പരിചയപ്പെടാനും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോൾ തന്നെ തുടങ്ങുക. ഈ യൂണിറ്റ് ഒരിക്കലും മാറ്റി വെക്കരുത്. കാരണം 10, 14, 10 ഇങ്ങനെയാണ് 3 ടേമിലായിക്കൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ ഈ യൂണിറ്റ് നല്ല രൂപത്തിൽ പഠിക്കുകയാണെങ്കിൽ എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ യൂണിറ്റിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇവിടെ ജോയിൻ ചെയ്ത ആളുകളോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഒരു 30 മുതൽ 35 മണിക്കൂർ വരുന്ന ക്ലാസ് വിശദമായ രൂപത്തിൽ നമ്മൾ ഇൽമുൽ ബലാഗയും ഇൽമുൽ അറൂദും അതിലുള്ള ഒട്ടുമിക്ക ഉദാഹരണങ്ങളൊക്കെ ചർച്ച ചെയ്ത് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാൻ സാധിക്കും. അറിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ വിഷമിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സുകളിലൂടെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായി പഠിക്കാം. ഏതായിരുന്നാലും എല്ലാവരും നല്ല രൂപത്തിൽ പ്രിപ്പറേഷൻ ചെയ്യുക. അടുത്ത എക്സാം വരുമ്പോൾ എനിക്ക് എന്തായിരുന്നാലും നെറ്റ് ലഭിക്കും, എനിക്ക് എന്തായിരുന്നാലും JRF ലഭിക്കും എന്ന ആ ഒരു സ്വപ്നം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പഠനം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ എന്താണോ കാണുന്നത് അതായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോ കിട്ടൂലേ എന്ന രൂപത്തിലല്ല, മറിച്ച് എനിക്ക് എന്തായിരുന്നാലും നേടാൻ സാധിക്കും എന്ന രൂപത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാവും ഇനി എവിടെയൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന്. അതല്ല നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കിയ പോലെ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് നോക്കുക പിന്നെ എടുത്തു വെക്കുക എന്ന രൂപത്തിലല്ല. നമ്മളൊരു സ്വപ്നം കാണുക, ഞാൻ JRF നേടും അല്ലെങ്കിൽ നെറ്റ് നേടും എന്ന് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് നല്ല രൂപത്തിൽ അടുത്ത എക്സാമിനെ വരവേൽക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഈ യൂണിറ്റ് 5 ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ഡോക്ടർ ഹാരിസ് അഷ്അരി മുട്ടാഞ്ചേരി, അദ്ദേഹമാണ് നമുക്ക് ഇനി ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന യൂണിറ്റ് ഇൻഷാ അല്ലാഹ് യൂണിറ്റ് 7 ആയിരിക്കും. യൂണിറ്റ് 7-ൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് പരിശോധിച്ച ആളുകൾക്ക് അറിയാം, നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ യൂണിറ്റ് ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഹാരിസ് അഷ്അരിക്ക് വേദി ഒഴിഞ്ഞു കൊടുത്ത് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ എന്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഇൻഷാ അല്ലാഹ് നെറ്റിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങളൊക്കെ മുൻപ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കും. അതുകൊണ്ട് കൂടുതലൊന്നും അതിലേക്ക് പ്രവേശിക്കുന്നില്ല. മാത്രമല്ല സമയം ഒരുപാട് വൈകുകയും ചെയ്യുന്നു. ആധുനിക കാലഘട്ടത്തിലുള്ള സാഹിത്യകാരന്മാരെ കുറിച്ചാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സാഹിത്യം എന്ന് നിങ്ങൾക്കറിയാം, ലിറ്ററേച്ചർ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സാഹിത്യകാരന്മാരെ ജാഹിലിയ മുതൽ ലേറ്റസ്റ്റ് ആയിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ വരെയുള്ള സാഹിത്യകാരന്മാരെ പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ആദ്യകാലത്തൊക്കെ നെറ്റിന് വിശാലമായ സിലബസ് ആയിരുന്നു. ഇപ്പോൾ സിലബസ് ഒന്നും കൂടി പുതുക്കിയതിന് ശേഷം അൽഹംദുലില്ലാഹ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നും കൂടി ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. വളരെ പരിമിതമായ സിലബസ് ആയിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഡെപ്ത് കൂടും, ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. ആ വ്യത്യാസമാണുള്ളത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും തയ്യാറാക്കിയിട്ടില്ല, കുറച്ച് തിരക്കിൽ ആയതുകൊണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതായിരിക്കും. അതിലൊക്കെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ആളുകളെ കുറിച്ച്, ആധുനിക കാലഘട്ടത്തിലുള്ള കവികളെ കുറിച്ച്, നമ്മൾ പേര് പോലും കേൾക്കാത്ത ആളുകളെ കുറിച്ച് വരെ ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സിലബസിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അപ്പം മോഡേൺ കാലഘട്ടത്തിലുള്ള 4 കവികളെയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലുള്ളതിൽ 3 പേരെ 4 പേരെ ഞാൻ തയ്യാറാക്കിയത്. ടൈമിന്റെ പരിമിതി കാരണം 3 പേരെ അവതരിപ്പിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഖാലിദ് സാർ അവതരിപ്പിച്ചതുപോലെ മുൻകാല ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങളൊന്നും ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് കൂടുതൽ
പരിശോധിച്ച് തയ്യാറാക്കാനുള്ള ടൈം ലിമിറ്റ് കൊണ്ട് ഏതായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്രീൻ ഷെയറിംഗ് കാണുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ആധുനിക കാലഘട്ടത്തിലുള്ള കവികളിൽ പ്രധാനപ്പെട്ടവരായ ഒരാളായ ഫതുവ തുക്കാൻ, അതുപോലെ തന്നെ ഉമർ അബൂ രീഷ, അദോനീസ് എന്നറിയപ്പെടുന്ന അദോനീസ്, തമീം ബർഗൂസി, ഈ 4 പേരെ കുറിച്ചാണ് ഞാൻ ഏകദേശം തയ്യാറായിരുന്നത്. അപ്പൊ അതിലൊരു 3 പേരെ കുറിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് വിശാലമായിട്ടൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല. പ്രധാനമായിട്ട് കാരണം ഒരാളെ കുറിച്ച് തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരുപാട് ഡീപ്പായി തയ്യാറാക്കാറുണ്ട്. ഇതിന് പഠിക്കുന്ന സമയം നിങ്ങൾക്കറിയാം, ചോദ്യങ്ങളൊക്കെ വരുന്ന ശൈലി എന്നുള്ളത് ആ ഒരു രൂപത്തിലാണ്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം. ആദ്യമായിട്ട് ഫതുവ തൂക്കാനാണ്. ഫതുവ തൂക്കാൻ എന്നത് നിങ്ങളറിയാം, ഇബ്രാഹിം തൂക്കാൻ എന്ന വളരെ പ്രശസ്തനായ ഒരു കവിയുണ്ട്. ആ കവിയുടെ സഹോദരിയാണ് ഫതുവ തൂക്കാൻ. ജനിച്ചത് ഫലസ്തീനിലാണ്. ഫലസ്തീൻകാരിയായ ഒരു കവയിത്രിയാണ് ഫതുവ തൂക്കാൻ. ഉലിദത് സന 1917 മീലാദിയിലാണ് ജനിച്ചത്. ഫി മദീനത്തി നാബ്ലസ്. നാബ്ലസ് എന്ന ഫലസ്തീനിലെ വളരെ ജനസാന്ദ്രത കൂടിയ പട്ടണങ്ങളിൽപ്പെട്ട ഒരു പട്ടണമായ നാബ്ലസിലാണ് കവയിത്രിയായ ഫതുവ തൂക്കാൻ ജനിക്കുന്നത്. 2003 വഫാത്തായത്. ഫതുവ തൂക്കാൻ വഫാത്തായത് 2003 1917 ജനിച്ച് 2003 വഫാത്തായതും ജനിച്ച സ്ഥലമായ നാബ്ലസിൽ തന്നെയാണ്. ഹിയ ഉഖ്തു ഷാഇർ ഇബ്രാഹിം തൂക്കാൻ. പ്രശസ്തനായ കവിയായ ഇബ്രാഹിം തൂക്കാന്റെ സഹോദരിയാണ് ഫതുവ തൂക്കാൻ എന്നുള്ളത്. മാത്രമല്ല, പലപ്പോഴും ചോദിക്കലുണ്ട് ജനിച്ച സ്ഥലവും മരിച്ച സ്ഥലവും, അതുപോലെ തന്നെ പിന്നെ കവികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർഡർ ആക്കാൻ, മരണം ഓർഡർ ആക്കാൻ. ഷാഇറത്തു ഫലസ്തീനിയ എന്ന പേര്, ഫലസ്തീൻ കവയിത്രി എന്ന പേരിൽ പ്രത്യേകമായി അറിയപ്പെട്ട ആളാണ്. മാത്രമല്ല ഉമ്മു ഷിഇൽ ഫലസ്തീനി എന്ന പേരിലും അറിയപ്പെട്ട കവയിത്രിയാണ് ഫതുവ തൂക്കാൻ. ഇപ്പൊ 2 പേരിലാണ് പ്രധാനമായിട്ടും അറിയപ്പെട്ടത്. ഒന്ന് ഷാഇറത്തു ഫലസ്തീനിയ, മറ്റൊന്ന് ഉമ്മു ഷിഇൽ ഫലസ്തീനി. എന്നീ 2 പേരുകളിൽ അറിയപ്പെട്ട ആളാണ്. ഇബ്രാഹിം തൂക്കാന്റെ സഹോദരിയാണ്. ഇങ്ങനെയുള്ള ലഖബുകളൊക്കെ പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. قضت حياتها مناضلة بكلماتها وأشعارها في سبيل حرية فلسطين. قضت حياتها, ഈ ഫതുവ തൂക്കാൻ തന്റെ ജീവിതം ചിലവഴിച്ചത് മുനാലതം ബി കലിമാത്തിഹ വ അശ്ആരിഹ, തന്റെ കവിതകൾ കൊണ്ടും തന്റെ വാക്കുകൾ കൊണ്ടും പോരാടിയാണ്. അതായത് കവിത എന്നത് വല്ലാത്തൊരു സംഭവമാണല്ലോ. കാരണം നമ്മൾക്ക് ഒരു 4 മണിക്കൂർ പ്രസംഗിക്കാനുള്ള ഒരു കണ്ടന്റ് വേണമെങ്കിൽ കവിതയിലൂടെ വളരെ കൃത്യമായിട്ട് 4 മണിക്കൂർ പറഞ്ഞിട്ടാണ് ഒരാളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ കവിതയിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് ഉണ്ടാക്കാൻ കഴിയും. വളരെ നല്ല രൂപത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് സ്വാധീനം ഉണ്ടാക്കാനും അതുവഴി പല കാര്യങ്ങളും അവരെ തിരിച്ചുവിടാൻ വരെ സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കവിതക്കുണ്ടല്ലോ. പിന്നെ ഹിക്മ എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ, കവിതയിൽ വല്ലാത്ത ഹിക്മത്തുണ്ട്. അപ്പൊ ഇവളുടെ ജീവിതം, കാരണം ഇവൾ ജനിച്ചതും വളർന്നതും ഒക്കെ വല്ലാത്തൊരു സാഹചര്യത്തിലും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ഇവളുടെ വീട്ടിലൊക്കെ തന്നെ ഒരു എന്താ പറയാ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യാത്ത, അവർ പഠിക്കുന്നതിന് എതിർപ്പ് കാണിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഫതുവ തൂക്കാൻ. അപ്പൊ അവളുടെ ജീവിതം പിന്നീട് ഒരു പോരാട്ടമായി കവിതകളെ കൊണ്ടും വാക്കുകളെ കൊണ്ടുമൊക്കെ ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിന് വേണ്ടിയും ഒക്കെ വല്ലാതെ പോരാടിയ ഒരു കവയിത്രിയാണ് ഫതുവ തൂക്കാൻ എന്നുള്ളത്. ഫി സബീൽ ഹുരിയത്തി ഫലസ്തീൻ. അത് ഈ ഫലസ്തീൻ കവികളുടെ തന്നെ ഒരു പ്രത്യേകതയാണ്. മൊത്തത്തിൽ എന്ത് ഷിഅറുൽ മുഖാവമ എന്നത് ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണല്ലോ. കാരണം ഒരുപാട് അധിനിവേശ പ്രശ്നങ്ങളും സ്വാതന്ത്ര്യ പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരു ജനതയാണല്ലോ ഫലസ്തീൻ ജനത. അതുകൊണ്ട് തന്നെ ഫലസ്തീനിലുള്ള ആളുകൾ, ഒരുപാട് ആളുകളുടെ കവിതകൾ നമ്മൾ നോക്കിയാൽ അതിലെല്ലാം തന്നെ എന്തുണ്ടാകും, ഒരു മുഖാവമ, ഒരു പ്രതിരോധ കവിതകൾ,
അല്ലെങ്കിൽ ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുന്ന കവിതകൾ വല്ലാതെ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. ഇവളുടെ വാക്കുകളിലും കവിതകളിലും ഒക്കെ അതിനുവേണ്ടി ധാരാളം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു എന്നർത്ഥം. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ കരസ്ഥമാക്കി. അതായത് തന്റെ കുടുംബം, നേരത്തെ പറഞ്ഞതുപോലെ വീട്ടുകാരൊക്കെ പരിഗണിച്ചിരുന്നത് മുഷാറക്കത്തിൽ മർഅത്തി ഫിൽ ഹയാത്തിൽ ആമ, ഒരു പൊതുജീവിതത്തിലേക്കുള്ള സ്ത്രീകളുടെ രംഗപ്രവേശനവും അതിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അമ്രൻ ഗൈറ മഖ്ബൂൽ, അതൊരു സ്വീകാര്യമല്ലാത്ത കാര്യം, അത്ര നല്ല കാര്യം അല്ല. സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ഒരു നല്ല കാര്യം അല്ല എന്നൊരു വിശ്വാസം പുലർത്തിയിരുന്ന ഒരു കുടുംബമായിരുന്നു ആരുടെ കുടുംബം? ഈ ഫതുവ തൂക്കാന്റെ കുടുംബം. അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കരസ്ഥമാക്കി. പിന്നെ പഠിച്ചത്, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞേക്കാൻ പോലും ആ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. അത് കാരണമായി ഇബ്രാഹിം തൂക്കാൻ പിന്നീട് ഇബ്രാഹിം തൂക്കാൻ അതിനുശേഷം പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നീട് തുടർ വിദ്യാഭ്യാസത്തിന് പറഞ്ഞേക്കാനൊക്കെ വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത, പ്രത്യേകിച്ച് പെൺകുട്ടിയാണ് എന്നതിന്റെ പേരിൽ ആ ഒരു വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരു കുടുംബത്തിലായിരുന്നത് കൊണ്ട് പിന്നീട് പഠനം നടത്തിയത് തന്റെ മൂത്ത സഹോദരനാണ് ഇബ്രാഹിം തൂക്കാൻ. നേരത്തെ ഞാൻ പറഞ്ഞ ആ മൂത്ത സഹോദരനായ ഇബ്രാഹിം തൂക്കാനിലൂടെയാണ് പാഠങ്ങൾ പിന്നീട് പഠിച്ചത്. ഇബ്രാഹിം തൂക്കാൻ പക്ഷെ ഇബ്രാഹിം തൂക്കാന് ഒരു കവിയാണല്ലോ, അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ മനസ്സിലായി തന്റെ സഹോദരിയിൽ നല്ല കവിതാ പാഠവും ഉണ്ട് എന്ന ബോധം ഇബ്രാഹിം തൂക്കാൻ മനസ്സിലായി. അതുകൊണ്ട് തന്റെ അനിയത്തിയെ ഈ രംഗത്തേക്ക് നല്ല രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്ന വിശ്വാസവും എന്നൊരു തീരുമാനം ഇബ്രാഹിം തൂക്കാൻ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ടും എന്ത് ചെയ്തു? ഇബ്രാഹിം തൂക്കാൻ സഹായിച്ചു. അലാസിക്കലി മൗഹിബത്തിഹ, ഈ ഒരു കഴിവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, അവൾക്കുള്ള ആ ഒരു ജന്മ കഴിവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഫീ കിതാബത്തി ഷിഅർ, കവിത എഴുതുന്നതിലുള്ള ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഫതുവ തൂക്കാന്റെ കഴിവിനെ പരിപോഷിപ്പിച്ച് നല്ല രൂപത്തിൽ ആക്കിയെടുക്കണം എന്ന ആഗ്രഹം തന്റെ സഹോദരനായ ഇബ്രാഹിം തൂക്കാൻ ഉണ്ടായി. ആ ഇബ്രാഹിം തൂക്കാന്റെ ഒരേ ഒരു പരിഗണന കൊണ്ട് മാത്രമാണ് ഫതുവ തൂക്കാൻ എന്നൊരു കവയിത്രിയെ നമുക്ക് ഇന്ന് ലഭിച്ചത്. അതില്ലായിരുന്നെങ്കിൽ ഒന്നുമല്ലാതെ ആയിത്തീരുമായിരുന്നു. വക്കാന യുക്കന്നീഹ, ഈ സഹോദരനായ ഇബ്രാഹിം തൂക്കാൻ അവളെ വിളിക്കാറുണ്ടായിരുന്നു ഉമ്മു തമാം എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഉമ്മു തമാം തശ്ബീഹൻ ലഹാ ബിശാഇരി അബൂ തമാം. അബൂ തമാം എന്ന പ്രശസ്തനായ കവി ഉണ്ടല്ലോ, അയാളോട് സാദൃശ്യപ്പെടുത്തിയിട്ട് അബൂ തമാം എന്ന് പറയുന്നത് പോലെ ഉമ്മു തമാം എന്ന പേരിൽ ആര് വിളിക്കാറുണ്ടായിരുന്നു? സഹോദരൻ വിളിക്കുന്ന ഒരു ഓമന പേരായിരുന്നു ഉമ്മു തമാം എന്ന് ഫതുവ തൂക്കാൻ. പിന്നീട് ഫതുവ തൂക്കാൻ എന്ത് ചെയ്തു? പല സ്ഥലങ്ങളിലുമൊക്കെ തന്റെ കവിത, ആദ്യമൊക്കെ രഹസ്യമായിട്ട് കവിതകൾ എഴുതി വീട്ടിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു. കാരണം പബ്ലിഷ് ചെയ്യാനുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, പക്ഷെ പേടിയായിരുന്നു. സ്ത്രീകൾ ഇങ്ങനെ പുറത്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വീട്ടിലുള്ള സിറ്റുവേഷൻ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ പേടിച്ചിട്ട് ആദ്യകാലത്തിൽ കുറെ പബ്ലിഷ് ചെയ്യാതിരുന്നു. പിന്നീട് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകമായ ലഖബുകൾ, പേരുകൾ സ്വീകരിച്ചുകൊണ്ട്, സ്വന്തം പേരിലല്ലാതെ മറ്റു പേരുകൾ കടമെടുത്ത് മറ്റു പേരുകളിലാക്കിക്കൊണ്ടാണ് എന്താക്കിയത്? ഫതുവ തൂക്കാൻ പിന്നീട് കുറെ കവിതകളൊക്കെ പബ്ലിഷ് ചെയ്തത്. പ്രത്യേകിച്ചും ലാസിയമാ ഷീറിൽ ഗസൽ, പ്രേമകാവ്യങ്ങളൊക്കെയുള്ള ആ രൂപത്തിലുള്ള കവിതകളൊക്കെ എഴുതിയാൽ അത് തന്റെ യഥാർത്ഥ പേരിലല്ലാതെയാണ് ഫതുവ തൂക്കാൻ പബ്ലിഷ് ചെയ്തത്. അങ്ങനെ പിന്നീട് കവിതകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും പ്രേമ കവിതകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മറ്റു പേരുകളിലാണ് അത് പബ്ലിഷ് ചെയ്തത്. എന്താന്ന് പറഞ്ഞാൽ താനീഫിൽ ഉസരി, ഗാർഹിക പീഡനം അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പേടിച്ചിട്ട് മറ്റു പേരുകളിലാണ് ഫതുവ തൂക്കാൻ ആദ്യ കാലഘട്ടത്തിൽ തന്റെ കവിതകൾ പബ്ലിഷ് ചെയ്തത്. ആ പേരുകൾ ഓർത്തു വെക്കണം. അങ്ങനെ എടുത്ത കുറച്ച് പേരുകളാണ് അദ്ദനാനീർ, അൽ മുതവ്വഖ തുടങ്ങിയ പേരിലായിരുന്നു. കവിത എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന പേര് ഫതുവ തൂക്കാൻ എന്ന പേര് കൊടുക്കാതെ അദ്ദനാനീർ എന്ന പേരിലും അൽ മുതവ്വഖ ഈ പേരുകളിലൊക്കെ
ഫദ്വ തൂക്കാൻ തന്റെ കവിതകൾ പബ്ലിഷ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ചെയ്യാനുള്ള കാരണം? തന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ അങ്ങനെ ഫദ്വ തൂക്കാൻ ശരി അതാണ് നമ്മൾ പറഞ്ഞത്. മറ്റു പേരുകളിൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു അദ്ദനാനീർ വൽ മുതവ്വഖ എന്നീ 2 പേരുകൾ. പിന്നെ പറഞ്ഞു ഇബ്രാഹിം. അവളുടെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് ഒരുപാട് ദുരന്തങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വന്നു. കാരണം തന്റെ പിതാവ് മരണപ്പെട്ടത് ഒരു പ്രയാസം ഉണ്ടായി. അതിനുശേഷം തന്റെ സഹോദരനും അതിനേക്കാൾ ഉപരി തന്റെ അധ്യാപകനുമായ ഇബ്രാഹിം തൂക്കാൻ മരണപ്പെട്ടതും ഫദ്വ തൂക്കാന്റെ ജീവിതത്തിൽ വല്ലാതെ പ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. സാഫറത്ത് ഫദ്വ തൂക്കാൻ ഇലാ ലണ്ടൻ. പിന്നീട് എന്തായി? അപ്പോ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് കവിതകളൊക്കെ ആദ്യ കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്യുന്നത് പോലും രഹസ്യമായിട്ടാക്കി, പേരിൽ അറിയപ്പെടാതെ പിന്നീട് പ്രശസ്ത കവിയായിട്ട് മാറുകയും സാഫറത്ത് ഫദ്വ തൂക്കാൻ ഇലാ ലണ്ടൻ. പിന്നീട് ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു. അതിൽ പ്രധാനപ്പെട്ട ലണ്ടനിൽ പോയി. വഅഖാമത് ഹുനാക സനത്തെ. അവിടെ 2 വർഷം താമസിച്ചു. ഫതഹത് ലഹാ ഹാദിൽ ഇഖാമത്തു ആഫാഖൻ മഅരിഫതൻ വ ഇൻസാനിയ. ഈ ഒരു ജീവിതം, വിദേശത്ത് പോയിട്ടുള്ള ലണ്ടനിൽ പോയുള്ള താമസം തന്റെ ജീവിതത്തിൽ എന്തായി? വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. വൈജ്ഞാനികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ ഒരുപാട് ചക്രവാളം തന്നെ തുറന്നു തന്നു നമ്മുടെ മുമ്പിൽ ഇവൾ അവിടെ പോയ സമയത്ത്. അപ്പോ ഒതുങ്ങി ജീവിച്ച, വളരെയധികം ഒറ്റപ്പെട്ട വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞിരുന്ന ഫദ്വ തൂക്കാൻ വലിയൊരു അനുഭവമായിരുന്നു പിന്നീട് ലണ്ടനിൽ പോയിട്ട് 2 വർഷമൊക്കെ അവിടെ താമസിച്ചു എന്നുള്ളത്. فبدأت في حضور المؤتمرات واللقاءات والندوات التي كان يؤكدها الشعراء الفلسطينيون البارزون. പിന്നീട് അവിടെ 2 വർഷം ജീവിച്ച് തിരിച്ച് ഫലസ്തീനിലൊക്കെ വന്നതിന് ശേഷം അപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കാൻ ഫദ്വ തൂക്കാൻ തുടങ്ങിയത്. അതുവരെ ഒതുങ്ങിക്കൂടിയിരുന്ന ഫദ്വ തൂക്കാൻ പിന്നീട് ഒന്ന് പബ്ലിക്കായിട്ട് എല്ലാ വേദികളിലും പങ്കെടുക്കാൻ തുടങ്ങി. കോൺഫറൻസുകളും അതുപോലെ തന്നെ മറ്റു മീറ്റിങ്ങുകളും അതുപോലെ സെമിനാറുകളിലും ഒക്കെ പങ്കെടുക്കാൻ തുടങ്ങിയത് ലണ്ടനിൽ പോയി 2 വർഷം അവിടെ താമസിച്ച് അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ചെയ്തതിനു ശേഷം തിരിച്ച് ഫലസ്തീനിലേക്ക് വന്നിട്ട് അവിടെ വെച്ചാണ് പിന്നീട് പബ്ലിക്കായ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയത്. കത് കുതിബ അലാ ഖബരിഹ ഖസീദതുഹ ഷഹീറ. തന്റെ പ്രശസ്തമായ ഒരു വരികൾ തന്റെ ഖബറിന്മേൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫദ്വ തൂക്കാന്റെ ഖബറിന്മേൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തമായ കഫാനി അദില്ലു ബിഹിദ്നിഹ എന്നുള്ള കവിത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കവിതയാണ് ഈ കൊടുത്തത്. കഫാനി അമൂതു അലൈഹ വ അദ്ഫനു ഫീഹ വ തഹത തറാഹ അദൂബു വ അഫ്ന വ അബ്അതു അശബൻ അലാ അർളിഹ വ അബ്അതു സഹറതൻ ഇലൈഹ തഅബതു ബിഹാ കഫു തിഫ്ലിൻ നമതുഹു ബിലാദി കഫാനി അദില്ലു ബിഹിദ്നി ബിലാദി തുറാബൻ വ അശബൻ വ സഹറതൻ. വളരെ ഭംഗിയുള്ള തന്റെ കവിതയിൽ നിന്നുള്ള വരികളാണ്. ഈ വരികൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എവിടെ? തന്റെ ഖബറിൽ. കഫാനി അമൂതു അലൈഹ. എനിക്കെന്റെ ഈ ഫലസ്തീനോട് അധികം സ്നേഹം, വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കവിതയിലൂടെ പോരാടിയ ആളാണെന്ന്. അപ്പൊ കഫാനി അമൂതു അലൈഹ, ഞാൻ ഇവിടെ മരിക്കുക എന്നത് എനിക്ക് മതി. വ അദ്ഫനു ഫീഹ, ഈ ഒരു മണ്ണിൽ തന്നെ മറമാടുക എന്നുള്ളതും. വ തഹ്ത തറാഹ, ആ ഒരു മണ്ണിനടിയിൽ ഫലസ്തീനിൽ മരിച്ചിട്ട് അവിടെ മറമാടി അവിടെയുള്ള മണ്ണിനടിയിൽ അദൂബു വ അഫ്ന, ഞാൻ ഉരുകി അവിടെ നിന്ന് നശിച്ചു പോകും. എന്നിട്ട് അശബൻ അലാ അർളിഹ, അവിടെ നിന്ന് മരിച്ച് ഖബറിന്റെ അടിയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നൊരു മരത്തടികൾ അല്ലെങ്കിൽ എന്താ പറയാ നാമ്പുകളെ ഞാൻ പുറത്തേക്ക് അയക്കും. ഇലൈഹ, അതിൽ പുഷ്പങ്ങളെയും ഒക്കെ ഞാൻ അയക്കും. ഈ നാട്ടിൽ ഫലസ്തീനിൽ ജനിച്ചു വളർന്ന കുട്ടികളൊക്കെ ആ ഒരു പുഷ്പം എടുത്ത് അതുകൊണ്ട് കളിക്കാൻ വേണ്ടി മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് പുഷ്പങ്ങളെയും അതുപോലെ ചെടികളെയും ഒക്കെ ഞാൻ പുറത്തേക്ക് അയക്കും. കഫാനി അദില്ലു ബിഹിദ്നി ബിലാദി, എനിക്ക് എന്റെ നാടിന്റെ മടിത്തട്ടിലാവുകൾ മതി.
എനിക്കത് മതി. അദല്ലു ബിഹിൽനി ബിലാദി, എന്റെ നാടിന്റെ മടിത്തട്ടിൽ ഞാൻ അണയണം. തുറാബൻ വഅശബൻ വസഹറതൻ, അവിടുത്തെ മണ്ണായിട്ടും അവിടുത്തെ പുൽക്കൊടിയായിട്ടും അവിടുത്തെ പുഷ്പമായിട്ടും ഞാൻ അതിൽ അലിഞ്ഞു ചേരും, അത്രമാത്രം ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന കവിത തന്റെ കബറിൽ ഉല്ലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഫത്വ തുക്കാന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ്. ഒരുപാട് കവിത സമാഹാരങ്ങളും ഗ്രന്ഥങ്ങളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കവിതകൾ പറയാണ്. അഅ്മാലുഹ അശ്ശിഫരിയ, ഫത്വ തുക്കാന്റെ പ്രശസ്തമായ കവിതകൾ. ഒന്ന് വഹദി മഅൽ അയ്യാം എന്ന ഏറ്റവും പ്രശസ്തമായ കവിതയാണ്. വഹദി മഅൽ അയ്യാം എന്നത് 1952 അത് പബ്ലിഷ് ചെയ്തത്. മറ്റൊന്ന് വജത്തുഹ എന്നുള്ളതാണ് 1957 പബ്ലിഷ് ചെയ്ത വജത്തുഹ എന്നുള്ളത്. അതുപോലെ തന്നെ അഅ്തിന ഹുബ്ബൻ എന്നുള്ള കവിത 1960 അത് പബ്ലിഷ് ചെയ്തത്. അടുത്തത് അമാമൽ ബാബിൽ മുഗ്ലഖ് 1967 പബ്ലിഷ് ചെയ്ത അമാമൽ ബാബിൽ മുഗ്ലഖ് എന്നുള്ളതാണ്. മറ്റൊന്ന് ലൈൽ വൽ ഫർസാൻ 1969 മറ്റൊന്ന് അലാ ഖിദ്മത്തി ദുനിയ വഹീദ 1973 ആ പേരുകളൊക്കെ എഴുതി വെച്ച് പഠിക്കുക. തമൂദ് വശൈഉൽ ആഖർ എന്ന കവിത 1989 അൽ ലഹനുൽ അഖീർ എന്നുള്ളത് 2000 പബ്ലിഷ് ചെയ്ത കവിതയാണ്. അത്രയുമാണ് പ്രധാനപ്പെട്ട കവിതകൾ. ഇനി പ്രോസ ആയിട്ടും ഫത്വ തുക്കാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്. കവി എന്നറിയപ്പെടുന്നു. കൂടുതലും കവിതയിലാണ് സംഭാവനകൾ ഉള്ളതെങ്കിലും പ്രോസ ആയിട്ടും കുറച്ച് എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അഹി ഇബ്രാഹിം എന്ന ഒരു പുസ്തകമുണ്ട്. 1942 എഴുതിയത് അഹി ഇബ്രാഹിം. അതുപോലെ തന്നെ റിഹിലത്തുൻ ജബലിയ, റിഹിലത്തുൻ സഅബ എന്നും അരിഹിലത്തുൽ അസ്അബ് എന്ന് 2 ഗ്രന്ഥങ്ങളുണ്ട്. അത് അവളുടെ ഒരു സീറ ദാത്തിയ ഓട്ടോബയോഗ്രഫി ആയിട്ട് എഴുതിയതാണ്, 2 വാള്യങ്ങളിലായിട്ട്. ഒന്നാമത്തെ വാള്യമായിട്ടാണ് റിഹിലത്തുൻ ജബലിയ റിഹിലത്തുൻ സഅബ എന്നുള്ളത് 1985. 93 എഴുതിയാണ് റിഹിലത്തുൽ അസ്അബ് എന്നുള്ളത്. അത് 2ാം ഭാഗമായിട്ടാണ്. രണ്ടും തന്റെ സീറ ദാത്തിയാണ്, ഓട്ടോബയോഗ്രഫി ആയിട്ട് എഴുതിയതാണ്. വളരെ പ്രശസ്തമായ ഒരു വരിയാണ്. ആ കവിതയും കൂടി ഞാൻ ഇവിടെ കൊടുത്തതാണ്. മാ ബൈന ലൗഇ വബൈന ളുൽമതി ഫിൽ അഅ്മാഖ് തർമീനിൽ ഹീറതു ഫൗക റീശതി വൽ അർവാഖ് അക്തുബു അശ്ആരി അഹ്റുബു ഫീഹാ മിൻക ഇലൈക വഅഊദു ബിറബ്ബി മിൻക എന്നുള്ള വരികൾ ഫത്വ തുക്കാന്റെ പ്രശസ്തമായ വരികളാണ്. മാ ബൈന ലൗഇ വബൈന ളുൽമതി, വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും ഇടയിൽ ഫിൽ അഅ്മാഖ്, ഞാൻ അതിന്റെ അടിത്തട്ടിൽ ഞാൻ ഇങ്ങനെ മുങ്ങിക്കിടക്കാണ്, അതിന്റെ അഗാധതയിലാണ് ഞാൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ രാപ്പകലുകൾ ഇങ്ങനെ മാറി മറയുന്നതിന് ഇടയിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയ ഒരു സംഭവമാണ്. എനിക്ക് എങ്ങോട്ടും പോകാനൊന്നും പറ്റിയില്ലല്ലോ. തർമീനിൽ ഹീറത്തു, പരിഭ്രാന്തി എന്നെ കൊണ്ടെത്തിച്ചു. എന്ത് എന്നറിയാത്ത പരിഭ്രാന്തി. ഫൗക റീശത്തി വൽ ഔറാഖ്, പേനകളും പേപ്പറുമാണ് എനിക്ക് നൽകിയത്. അപ്പൊ പരിഭ്രാന്തമായിട്ട് ഞാൻ ഏകനായി ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അഭയം കിട്ടിയത് എന്താണ്? പേനയും പേപ്പറുകളുമാണ്. അക്തുബു അശ്ആരി, അങ്ങനെ ആ പേന കൊണ്ട് ആ പേപ്പറുകളിലാണ് ഞാൻ എൻ്റെ കവിതകൾ എഴുതിയത്. അഹ്റുബു ഫീഹാ മിൻക ഇലൈക, അതിലൂടെ ഞാൻ എന്താക്കിയത്? നിന്നിൽ നിന്നും ഓടിയത് ഇലൈക, നിന്നിലേക്ക്. വഅഊദു ബിറബ്ബി മിൻക, എൻ്റെ രക്ഷിതാവിനോട് എന്നെ തൊട്ട് ഞാൻ കാവൽ തേടുകയും ചെയ്തതൊക്കെ ആ കവിതയിലൂടെ എന്ന് പറഞ്ഞാൽ കവിതയിലൂടെയാണ് ഞാൻ ഒരുപാട് നേടിയെടുത്തതും ഒരുപാട് എന്താക്കിയതും കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചതൊക്കെ എൻ്റെ കവിതയിലൂടെയാണ്. എൻ്റെ കവിത എഴുതാൻ ഞാൻ ഉണ്ടായ കാരണം, ഞാൻ എൻ്റെ വീട്ടിൽ ഏകനായിട്ട് രാപ്പകലുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള പരിഭ്രാന്തിയാണ് എന്നെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത് എന്ന ആശയത്തിലുള്ള വരികൾ വളരെ പ്രശസ്തമായ വരികളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫത്വ തുക്കാനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡോനിസിനെ പറ്റിയാണ്. അഡോനിസ് വളരെ പ്രശസ്തനായ മറ്റൊരു കവിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്നും ജീവിച്ചിരിക്കുന്ന കവിയാണ്, മരിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ പിന്നെ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്, കേരളവുമായിട്ടൊക്കെ ബന്ധമുണ്ട്. എന്താണെന്ന് പറഞ്ഞാല് കുമാരനാശാൻ അവാർഡ് ഒരു ഇത് കൊടുക്കാറുണ്ട്. 3 വർഷം കൂടുമ്പോൾ കുമാരനാശാൻ അവാർഡ് എന്ന ഒരു ദേശീയ തലത്തിലൊരു അവാർഡ് കൊടുക്കാറുണ്ട് കവികൾക്ക്, പ്രധാനപ്പെട്ട കവികൾക്ക്. അങ്ങനെ 3 വർഷം കൂടുമ്പോൾ 2015 കുമാരനാശാൻ അവാർഡ് കിട്ടിയത് അഡോനിസിനാണ്. അന്നത് സ്വീകരിക്കാൻ വേണ്ടി അതിന്റെ കാര്യങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തുകാരൊക്കെ ഇതിലുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. തിരുവനന്തപുരത്തെ എന്താ പറയാ, അവിടുത്തെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ, കായിക്കര എന്ന് പറഞ്ഞ സ്ഥലം.
നമ്മുടെ അഞ്ചു തെങ്ങിനും വർക്കലക്കും ഇടയിലുള്ള ഒരു പ്ലേസ് ആണ് ഈ കായിക്കര എന്ന് പറയുന്നത്. അവിടെയാണല്ലോ കുമാരനാശാനി ജനിച്ച് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നേടിയ സ്ഥലം. അവിടെ കുമാരനാശാന്റെ ഒരു സ്മാരകമുണ്ട്. ആ സ്മാരകത്തിൽ വെച്ചാണ് ഈ അവാർഡ് വിതരണം ചെയ്യാറുള്ളത്. അങ്ങനെ 2015 ആ അവാർഡ് ജേതാവായ വ്യക്തിയാണ് അഡോണിസ്. അന്ന് 3 ലക്ഷം രൂപയും ആശാൻ ശില്പവും ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മന്ത്രിയായിരുന്ന PK ജോസഫ് ആണ് അത് അന്ന് കൊടുത്തത്. പിന്നെ 2018 വീണ്ടും ആ കുമാരനാശാൻ അവാർഡ് കൊടുത്തത്. 2018 ഒരു ചിലി കവിയായ റൗൾ സുറിറ്റ എന്നറിയപ്പെടുന്ന റൗൾ സുറിറ്റ എന്ന പേരുള്ള ഒരു ചിലി കവിക്കാണ് 2018 കൊടുത്തത്. 3 വർഷം കൂടുമ്പോഴാണല്ലോ. 15 കൊടുത്തിട്ട് പിന്നെ 18. ഇൻഷാ അല്ലാഹ് 2021 ഈ വർഷമാണ് കൊടുക്കേണ്ടത്. നമുക്ക് നോക്കാം. ഏതായാലും 2015 കുമാരനാശാൻ അവാർഡ് നൽകി കേരളം ആദരിച്ച ഒരു കവി കൂടിയാണ് അഡോണിസ്. ഇന്നും ജീവിച്ചിരിക്കുന്ന കവിയാണ്. അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പേര് അലി അഹമ്മദ് സഈദ് എന്നാണ്. അലി അഹമ്മദ് സഈദ് എന്നാണ് യഥാർത്ഥ പേര്. അഡോണിസ് എന്ന് അറിയപ്പെടുന്നതാണ്. നമുക്ക് പറയാം എന്തുകൊണ്ടാണ്. ഉലിദ ബി ഖറിയത്തി കസാബിൻ ഫി സൂരിയ, സിറിയയിൽപ്പെട്ട കസാബേൻ എന്നുള്ള സ്ഥലത്താണ് 1930 ജനിക്കുന്നത്. അപ്പൊ 1930 ജനിച്ചാൽ ഇപ്പൊ 91 വയസ്സിലാണ് ജീവിക്കുന്നത്. കസാബേൻ എന്ന സ്ഥലമാണ്, സിറിയയിൽപ്പെട്ട ഒരു സ്ഥലമാണത്. സുമ്മിയ അദോനീസ് നിസ്ബത്തൻ ഇലാഹിൽ ഖസബി ഇൻദൽ യൂനാൻ. അദോനീസ് എന്ന് പേര് കിട്ടാനുള്ള കാരണമാണ് അത് ഗ്രീക്കുകാരടുക്കല് ഫലപുഷ്ടതയുടെ ദേവതയായിട്ട് അറിയപ്പെടുന്ന ദേവതയാണ് അദോനീസ്. ഈ ഗ്രീക്കില് അങ്ങനെ ഓരോ ദൈവങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ അപ്പോളോ, ജമാഅത്ത് അപ്പോളോ പഠിക്കുമ്പോൾ പറയാറുണ്ട് അപ്പോളോ എന്നത് എന്താണ്, അവിടുത്തെ ഒരു ദേവന്റെ പേരാണ്. ഇത് മ്യൂസിക്കിലൊക്കെ സംഗീതത്തിന് അറിയപ്പെടുന്ന ദേവതന്റെ പേരാണ്. അതുപോലെ ഫലപുഷ്ടതയെ കാണിക്കാനുള്ള അതിന്റെ ദേവനായിട്ട് അറിയപ്പെടുന്ന ആളായിരുന്നു അഡോണീസ്. ആ പേരാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്. നിസ്ബത്തൻ ഇലാഹിൽ ഖസബി ഇൻദൽ യൂനാൻ, ഗ്രീക്കുകാരടുക്കല് ഫലപുഷ്ടതയുടെ ദേവതായിട്ടുള്ള ആ ഒരു പേരിലേക്ക് ചേർത്തിട്ടാണ് അദോനീസ് എന്നറിയപ്പെടുന്നത്. യഥാർത്ഥ പേര് അലി അഹമ്മദ് സഈദ് എന്നാണ്. മറക്കരുത്. തന്റെ പിതാവിൽ നിന്നാണ് അദ്ദേഹം പഠനം ആരംഭിക്കുന്നത്. അല്ലമോൽ ഖിറാഅത വൽ കിതാബത, എഴുത്തും വായനയും ഒക്കെ സ്വന്തം പിതാവാണ് ആരെ പഠിപ്പിച്ചത്, അദോനീസിനെ. വസഅദഹു അലാ ഹിഫ്ളി ശീരിൽ ഖദീം, പഴയകാലത്തുള്ള കവിതകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താക്കി അദ്ദേഹം ഒരുപാട് സഹായിച്ചു. പഴയ കാലത്തുള്ള കവിതകളൊക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്. തലക്കാബി ഖറിയത്തി ദിറാസത്തുഹു സാനവിയ വ ജമഇയ്യ, തന്റെ ഗ്രാമത്തിൽ നിന്നും, ആ കസാബി എന്ന് പറഞ്ഞാൽ തന്റെ ഗ്രാമത്തിൽ നിന്നുമാണ് സെക്കൻഡറി വിദ്യാഭ്യാസവും യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസവും ഒക്കെ അദ്ദേഹം എന്താക്കിയത്, കരസ്ഥമാക്കിയത്. ആര്? അദോനീസ്. ബഅദ തഖറുജിഹി മിൻ ജാമിയത്തി ദിമിഷ്ക്, പിന്നീട് ഈ ഡെമസ്കസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഡെമസ്കസ് എന്ന സിറിയന്റെ ക്യാപിറ്റൽ സിറ്റി ആണല്ലോ, അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ച് പുറത്തിറങ്ങിയ ശേഷം ഇൽതഹക അദോനീസ് ബിൽ ഖിദ്മത്തിൽ അസ്കരിയ, സൈനിക സേവനത്തിൽ ചേർന്നിട്ടുണ്ട്. 1954 അദ്ദേഹം സിറിയൻ സൈനിക സേവനത്തിൽ ഇറങ്ങിയത്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയതിന്റെ ശേഷം. വലാകിന്നഹു ദഖല സിജ്ന ലി മുദ്ദത്തി ആമിൻ, പക്ഷെ അങ്ങനെ അദ്ദേഹം അതിലൊക്കെ പ്രവേശിച്ചെങ്കിലും സൈനിക സേവനത്തിലൊക്കെ കടന്നെങ്കിലും പിന്നീട് 1 വർഷത്തെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബി സബബി ഇന്തിമാഇ ഫി തിൽക്കൽ ഫത്ര ഇലൽ ഹിസ്ബി സൂരി അൽ ഖൗമി. ഹിസ്ബ് സൂരി അൽ ഖൗമി എന്ന് പറഞ്ഞാൽ സിറിയൻ സോഷ്യൽ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഈ സിറിയൻ സോഷ്യൽ നാഷണലിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം അതിലേക്ക് ജോയിൻ ചെയ്തത് കാരണമായിട്ട് ആ പാർട്ടിയിൽ ചേർന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ 1 വർഷത്തേക്ക് ജയിലിൽ അടച്ചിട്ടുണ്ട് ഈ അഡോണിസിനെ. നതീജത്തൻ ലിദാലിക ഇൻതഖല ഷായിറു ഇലാ ലബനാൻ, ഇത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. അത് കാരണം അദ്ദേഹം പിന്നെ സിറിയ വിട്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ പിന്നീട് ലബനാനിലേക്ക് അദ്ദേഹം പോയി. 1956 ലബനാനിൽ പോയി. 1956 അവിടെ പോയി ലബനീസ് പൗരത്വം സ്വീകരിച്ചു. പിന്നെ ലബനാനുകാരനായി അവിടെ താമസമാക്കി. അസ്സസമായ യൂസുഫ് ഖാൽ മജല്ല ഷീർ സന 1957. ലബനാനിലെ പ്രശസ്തനായ ഒരു ജേർണലിസ്റ്റും അതുപോലെ ഒരു ആക്ടറും ഒരു കവിയും ഒക്കെ ആയിട്ടുള്ള ആളാണ് യൂസുഫ് ഖാൽ എന്ന്. ആ യൂസുഫ് ഖാലിന്റെ കൂടെ ചേർന്നിട്ട് 1957 ഷിർ എന്ന പേരിൽ ഒരു മജല്ല പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ അദോനീസ്.
ثم أصدر أدونيس مجلة مواقف سنة 1968 في ബൈറൂത്ത്. പിന്നീട് ലെബനാന്റെ ക്യാപിറ്റലാണ് ബൈറൂത്ത്. ലെബനാനുകാരനായി മാറി 1956 മുതൽ. അങ്ങനെ ലെബനാന്റെ ക്യാപിറ്റലായ ബൈറൂത്തിൽ എന്ത് ചെയ്തു? 1968 മവാക്കിഫ് എന്ന പേരിൽ ഒരു മജല്ല ആര് പബ്ലിഷ് ചെയ്തു? അദോനീസ്. അപ്പൊ മജല്ലത്തു ഷീർ യൂസുഫ് ഖാനോട് ചേർന്ന് അദ്ദേഹം ചെയ്തു. പിന്നീട് സ്വന്തമായിട്ട് മവാക്കിഫ് എന്നുള്ളതും പബ്ലിഷ് ചെയ്തു. 1968 അത് വർഷം. ആ മജല്ലയും ഓർത്തു വെക്കണം, ഇയറും ഓർത്തു വെക്കണം. ഹസലഫി 1973 അദ്ദേഹം കരസ്ഥമാക്കി ഷഹാദത്തുൽ ദക്തൂറ ഫിൽ അദബി മിൻ ജാമിയത്തുൽ ഖദീസ്. ജാമിയത്തുൽ ഖദീസ് യൂസുഫ്. അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? പിന്നെ സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റി, അതാണ് ജാമിയത്തുൽ ഖദീസ് യൂസുഫ് എന്ന് പറയാം, സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഈ ലെബനാനിലുള്ള സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് 1973 അദ്ദേഹം എന്താക്കുന്നത്? ഡോക്ടറേറ്റ് കരസ്ഥമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റിന്റെ വിഷയം അസാബിത്തു വൽ മുതഹവ്വിലു ബഹ്സുൻ ഫി ഇബ്ദാഇ വൽ ഇത്ബാ ഇൻദൽ അറബി എന്നുള്ള വിഷയമായിരുന്നു. അസാബിത്തു വൽ മുതഹവ്വിലു ബഹ്സുൻ ഫി ഇബ്ദാഇ വൽ ഇത്ബാ ഇൻദൽ അറബി എന്നുള്ള ടൈറ്റിലാണ് അദ്ദേഹം, ആ വിഷയത്തിലാണ് അദ്ദേഹം റിസർച്ച് ചെയ്തത്. ആ വിഷയത്തിലാണ് സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1973 അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടുന്നത്. ഇത് പിന്നീട് അദ്ദേഹം പുസ്തകമാക്കി പബ്ലിഷ് ചെയ്യുകയും വളരെ പ്രശസ്തി നേടിയ ഒരു പുസ്തകമായി മാറുകയും ചെയ്തിട്ടുണ്ട്. വളരെ വിശാലമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടതും വളരെ പ്രശസ്തി ആർജിച്ചതുമായ ഒരു ഗ്രന്ഥമായിട്ട് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകളാണ് വക്തും ബൈന റുമാദി വൽ വർദ എന്ന കവിത. വക്തും ബൈന റുമാദി വൽ വർദ എന്നത് 1980 ഹാദാ ഹുവസ്മി എന്ന കവിത 1980 തന്നെ. ഖസാഇദു ഔല എന്ന പേരിൽ എഴുതിയത് 1988 ഔറാഖും ഫിരീഹ എന്നതും 1988 അദ്ദേഹം എഴുതിയ കവിത. അതുപോലെ പ്രശസ്തമായ മറ്റൊരു കവിതയാണ് അഗാനി മിഹിയാറു ദിമിഷ്കി. അഗാനി മിഹിയാറു ദിമിഷ്കി എന്ന കവിത അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് 1988 തന്നെയാണ്. മുഫ്രദും ബി സീഗത്തിൽ ജം എന്ന പേരിലുള്ള കവിത 1988 ഷഹ്വത്തുൻ തതഖദ്ദമു ഫീ ഖറാഇത്തിൽ മാദ എന്ന പേരിൽ 1988 തന്നെ. ഇഹ്തിഫാഅൻ ബിൽ അശ്യാഇൽ ഗാമിദത്തിൽ വാളിഹ എന്ന പേരിലുള്ള കവിതയും 1988 തന്നെ. ആ വർഷം അദ്ദേഹം പബ്ലിഷ് ചെയ്ത കവിതകളുടെ പേരുകളാണ്. അതുപോലെ അബ്ജദിയത്തുൻ സാനിയ എന്ന പേരിൽ കവിതയുണ്ട് 1994. കാലത്തിൽ അർളു എന്ന പേരിൽ 1996. അവ്വലുൽ ജസദി ആഖിറുൽ ബഹരി എന്ന കവിത അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് 2003 തനബ്ബഹ് അയ്യുഹൽ അഅ്മ എന്നുള്ളത് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് അത് 1988 അല്ല കേട്ടോ, ഡേറ്റ് മാറ്റുണ്ടാവും, അതൊന്ന് നോക്കിയിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. തനബ്ബഹ് അയ്യുഹൽ അഅ്മ എന്നത് ആ ഡേറ്റ് മാറിപ്പോയതാണ്, ഓർഡറിലായിരുന്നു കൊടുത്തത്. താരിഖുൻ യതമസ്സഖു ഫീ ജസദി ഇംറഅ എന്നത് 2007 പബ്ലിഷ് ചെയ്തത്. വറാഖുൻ യബീഉ കുതുബൻ നുജൂമി എന്നുള്ളത് 2008 ദീവാനുൽ ബൈത്തുൽ വാഹിദി ഫി ശിഅറിൽ അറബി എന്നത് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് 2010 പിന്നെ അദ്ദേഹത്തിന്റെ പ്രോസ് ഐറ്റംസ് ഇതുവരെ പറഞ്ഞത് കവിതകളാണ്, പ്രോസിലും എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ടാണ് അശ്ശിഅരിയത്തുൽ അറബിയ എന്നത് 1985 അസൂഫിയത്തു വസൂരിയാലിയ എന്ന പേരിൽ 1992 അദ്ദേഹം ഗ്രന്ഥം. അന്നസുൽ ഖുർആനി വ ആഫാഖുൽ കിതാബ എന്നത് 1993 അന്നിലാമു വൽ കലാമു എന്നുള്ളതും 1903 എഴുതിയ ഗ്രന്ഥമാണ്. അൽ മുഹീത്തുൽ അസ്വദ് എന്ന പേരിൽ 2005 അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം 1973 സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടിയ റിസർച്ച് വിഷയം ഉണ്ടല്ലോ, അത് പുസ്തകമായി പബ്ലിഷ് ചെയ്തു. അസാബിത്തു വൽ മുതഹവ്വിലു ബഹ്സു ബിൽ ഇബ്ദാഇ വൽ ഇത്ബാഇ ഇൻദൽ അറബി എന്നത് 4 വോള്യങ്ങളായിട്ടാണ്, 4 ജുസ്സുകളായിട്ടാണ്. ഒന്നാമത്തെ ജുസ്ഇൽ അൽ ഉസൂൽ എന്നത്, രണ്ടാമത്തേത് തഅ്സീലുൽ ഉസൂൽ എന്നതും, മൂന്നാമത്തേത് സദമത്തുൽ ഹദാസത്തി വസൽതത്തുൽ മൗറൂസി ദീനി എന്നതും,
നാലാമത്തത് സ്വതമത്തുൽ ഹദാസത്തി വസൽത്തത്തുൽ മൗറൂസ് ഷീരി എന്ന പേരിലും അങ്ങനെ 4 ജുസ്തുകളിലായിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അത്താബിത്തു വൽ മുതഹവ്വിലു ബഹ്സുൻ ഫിൽ ഇബ്ദാഇ വൽ ഇത്ബാഇ ഇൻ അറബി എന്ന ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം. കാരണം അദ്ദേഹം റിസർച്ച് ചെയ്ത വിഷയമാണ്, അത് പിന്നീട് ഗ്രന്ഥമാക്കി പബ്ലിഷ് ചെയ്ത. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വരിയാണ് അഖ്സസ് സുജൂനി വ അമുറുഹ തിൽക്കല്ലതി ലാ ജുദ്റാന ലഹ. അദ്ദേഹം ഒരു പ്രത്യേക ലോജിക്കൊക്കെ ഉള്ള ഒരുപാട് കവിതകൾ എഴുതുന്ന ആളാണ് ഈ അദോനിസ്. അദ്ദേഹത്തിന്റെ കവിതകള് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലുള്ള അസ്കർ സാർ അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകൾ എന്താക്കി മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ആ മലയാളം ആ പുസ്തകമൊക്കെ ഒന്ന് വാങ്ങി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ കവിതയിൽ വല്ലാത്തൊരു ഒരു കാര്യങ്ങളാണ് ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ ഒരു വരിയാണിത്, അഖ്സസ് സുജൂനി വ അമുറുഹ, ജയിലുകളിൽ ഏറ്റവും അക്സായത് കാഠിന്യമുള്ളത്, അമുറുഹ ഏറ്റവും കയ്പുള്ളതും കാഠിന്യമുള്ളതുമായ ജയിൽ എന്നത് തിൽക്കല്ലത്തി ലാ ജുദ്റാന ലഹ, അത് ചുമരുകളില്ലാത്ത ജയിലാകുന്നു. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവിടുന്ന് അനുഭവിക്കേണ്ടി വന്ന, തന്റെ നാട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയാ ഏറ്റവും കടുപ്പമുള്ളതും കയ്പുള്ളതും ജയിൽ എന്ന് പറഞ്ഞാല് ജയിലിനകത്തൊരു വർഷം കിടന്നിട്ടുണ്ട്, ആ ജയിലല്ല, അതിനേക്കാൾ പുറത്തിറങ്ങിയിട്ടുള്ള അവസ്ഥയാണ്. നാടിന്റെ ഒരു വല്ലാത്ത പരിതാപകരമായ സിറ്റുവേഷൻ ആണ്. ആ ഒരു നാട്ടിൽ ആ ഒരു പ്രയാസം സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരിക. അതൊരു എന്തല്ല സാധാ ജയിൽ പോലെ മതിലുകൾക്കകത്തല്ല, വിശാലമായി കിടക്കുന്നതാണ്, എന്നാലും അത് വല്ലാത്തൊരു ജയിലാണ്. എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു വരി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആരെ കുറിച്ച് പറയാനുള്ളത്, അദോനിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം ലബനാനില് പൗരത്വെടുത്തു, പിന്നീട് ഫ്രാൻസിലേക്ക് പോയി. ഫ്രാൻസിലും ലബനാനിലുമായി കൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പം താമസിക്കുന്നത് ഫ്രാൻസിലാണ് അദ്ദേഹം ഉള്ളത്. 91 വയസ്സായിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. ഇൻഷാ അള്ളാഹ് നമ്മൾ കൂടുതൽ പറയുന്നില്ല, 2 ആളുകളെ കുറിച്ചാണ് പഠിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖൽസാൽ അത്ര പോരെ? ഓക്കെ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്ന് ടൈം 9:15 കഴിഞ്ഞു, 9:20 ഏകദേശം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അല്പം ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ടാണ് സാറ് ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച വിഷയം പൂർണ്ണമായി എടുക്കാൻ സാധിക്കാതിരുന്നത്. എന്നിരുന്നാലും ശരി, വളരെ നല്ല രൂപത്തിലുള്ള ഭാഗം സാറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും അറിയാം, പിന്നെ കവികളെ കുറിച്ചാണ്. അത് തന്നെ പിന്നെ അവരുടെ ബയോഗ്രഫിക്കപ്പുറം അവരുടെ ചില കവിതകൾ കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ കവികളെ ഓർത്തെടുക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഏതായിരുന്നാലും മാഷാ അല്ലാഹ് നല്ല രൂപത്തിൽ സാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് 2 ക്ലാസ്സുകളാണുള്ളത്. ഒന്ന് സുബൈർ വാഫി ഫോക്കസിലെ ഒരു ഫാക്കൽറ്റി തന്നെയാണ്. ഇപ്പോൾ PSCയുടെ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് നഹ്വ് ആണ് ഹാരിസ് അഷ്അരി സാർ എടുക്കുന്നത്. അതുപോലെ തന്നെ സുബൈർ വാഫി അദ്ദേഹം എടുക്കുന്നത് പിന്നെ ട്രാൻസ്ലേഷൻ, അതേപോലെ അദബിലെ ചില ഭാഗങ്ങളാണ്. നാളെ നമുക്ക് സുബൈർ വാഫി എടുക്കുന്ന ഭാഗം യൂണിറ്റ് 1 ഒരു പാർട്ടായ അസ്റുൽ ഉമവി, ആ ഏരിയയിലുള്ള അദബാണ് എടുക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് നമ്മുടെ യൂണിറ്റ് 3. അതിൽ ഉന്ദുലുസിലെ അദബുമായി ബന്ധപ്പെട്ട ഏരിയ ഇൻഷാ അല്ലാഹ് നസ്രുദ്ദീൻ സാറാണ് എടുക്കുന്നത്. 2 JRF ഹോൾഡേഴ്സ് ആണ് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും നേരത്തെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ അടുത്ത നെറ്റ് എക്സാമിൽ നിങ്ങളെല്ലാവരും JRF നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടണം. മറ്റും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നാളത്തെ ക്ലാസ്സിന്റെ വിവരം നൽകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സെഷൻ ഇന്നിവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നാളെ എല്ലാവരും നേരത്തെ ജോയിൻ ചെയ്യുക. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും.